ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ലാസ്റ്റ് ക്ലാസ്സിൽ കമ്പോണൻ്റ് ഫോം അതല്ലേ, വെക്ടേഴ്സിൻ്റെ കമ്പോണൻ്റ് ആക്കി മാറ്റുക. അപ്പോൾ ഒരു ഗിവൺ വെക്ടർ ദാറ്റ് ഈസ് എ വെക്ടർ ആണെന്ന് കൂട്ടിക്കോ. എ വെക്ടറിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. എയുടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഈ കമ്പോണൻ്റ് എ എക്സ് വെക്ടർ എന്ന് പറഞ്ഞു, ഈ കമ്പോണൻറ്റിനെ നമ്മൾ എ വൈ വെക്ടർ എന്ന് പറഞ്ഞു. അതിൻ്റെ അവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, ആ രണ്ട് കമ്പോണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെക്ടർ കിട്ടണം. അത് കിട്ടാൻ വേണ്ടി, കാരണം പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. എ എക്സ് ഒരു വെക്ടറാണ്, എ വൈ ഒരു വെക്ടറാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെയും ടൈൽസ് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. പാരലോഗ്രാമിൻ്റെ ഡയഗണലായിട്ട് റിസൾട്ടൻ്റ് വരുന്നു. അത് എ എക്സ് വെക്ടറിൻ്റെയും എ വൈ വെക്ടറിൻ്റെയും സമ്മാണ്. ദാറ്റ് ഈസ് വി കൻ സേ ദാറ്റ് എ വെക്ടർ ഇസ് ഈക്വൽ ടു എ എക്സ് വെക്ടർ പ്ലസ് എ വൈ വെക്ടർ എന്ന് പറഞ്ഞു. ഇതിനെ കമ്പോണൻറ്റ് ഫോമിലോട്ട് മാറ്റി. ദാറ്റ് ഈസ് എ എക്സ് വെക്ടർ എന്ന് പറയുന്നത് എ എക്സ് ഐ ക്യാപ്പ് എന്ന് എഴുതി. ആൻഡ് എ വൈ വെക്ടർ എന്ന് പറയുന്ന സാധനം നമ്മൾ എ വൈ ജെ ക്യാപ്പ് എന്ന് എഴുതിയിട്ട് അവസാനം എ വെക്ടർ എഴുതിയപ്പോൾ എ വെക്ടർ സിക്കുള്ളൂ എ എക്സ് വെക്ടർ പ്ലസ് എ വൈ വെക്ടർ എന്ന് പറയുമ്പോൾ എ എക്സിന് ഇതും കൊടുക്കുക, എ വൈക്ക് ഇതും കൊടുക്കുക. ദാറ്റ് ഈസ് എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് എന്ന് പറയുന്ന ഫോമിൽ കമ്പോണൻ്റ് ആയിട്ട് എഴുതാം വെക്ടേഴ്സിന് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ കമ്പോണൻ്റ് ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ എ എക്സും എ വൈയും എടുക്കുക. അപ്പോൾ എ വെക്ടർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആണെന്നുള്ള കാര്യവും മനസ്സിലാക്കി. കാരണം റിസൾട്ടൻ്റാണ് എ എക്സ് വെക്ടറിൻ്റെയും എ വൈ വെക്ടറിൻ്റെയും രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമിൽ അന്ന് നമ്മൾ പാരലോഗ്രാം പഠിച്ചപ്പോൾ ചെയ്ത അതേ കാര്യം. ഇനി ഡയറക്ഷൻ ഓഫ് എ വെക്ടർ പറയാൻ വേണ്ടി ആൽഫ ആംഗിൾ അവിടെ കൊടുത്തു. ടാൻ ആൽഫ സിക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞു? എ വൈ ബൈ എ എക്സ് ആണെന്ന് പറഞ്ഞു. കാരണം ടാൻ ആൽഫ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇത് എ വൈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആ ലെങ്ത്ത്. അപ്പോൾ അതും എ വൈ. ഇത് എ എക്സ് വെക്ടറിൻ്റെ ലെങ്ത്ത്, ദാറ്റ് ഈസ് എ എക്സ്. അപ്പോൾ എ വൈ ബൈ എ എക്സ് ഇസ് ടാൻ ആൽഫ. ഒരു ആൽഫ സിക്വൽ ടു ടാൻ റൈസ് ടു -1 എ വൈ ബൈ എ എക്സ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഇതൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം. ഇതൊന്നും ഒരിക്കലും മറക്കരുത്. കാരണം ഇതൊക്കെ വെച്ചിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. വളരെ കൃത്യമായിട്ട് കൂടെ നിൽക്കുക. ഇനി നമുക്കിതില്ലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് കമ്പോണൻസ് ഓഫ് ദ വെക്ടർ വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് കമ്പോണൻസ്. ഈ എ എക്സ് വെക്ടർ എന്ന് പറയുന്നത് എ വെക്ടറിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. എ വൈ വെക്ടർ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അതിൻ്റെ രണ്ടിനെയും മാഗ്നിറ്റ്യൂഡ്സ് വേണം. വളരെ കൃത്യമായിട്ട് കേൾക്കണേ. ഞാൻ ഈ പോയിന്റിനെ ഒ എന്ന് കൊടുക്കണു, ഇത് പി, ഇത് ക്യൂ. ജസ്റ്റ് മക്കൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ പി ക്യൂ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. ആ ട്രയാങ്കിൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ വരച്ചു തരാം. ദിസ് ഇസ് എ ട്രയാങ്കിൾ ഒ പി ക്യൂ. അതല്ലേ ഒ പി എന്ന് പറയുന്ന ഈ സൈഡ് ലെങ്ത്ത് എ എക്സ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ദാറ്റ് ഈസ് എ എക്സ്. പി ക്യൂ എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത്ത് എ വൈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ്. പാരലോഗ്രാം ആണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ എന്തായിരിക്കും? അത് എ വൈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഒ ക്യൂ എന്ന് പറയുന്നത് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ദാറ്റ് ഈസ് എ വെക്ടറിൻ്റെ ലെങ്ത്ത് അല്ലേ ഒ ക്യൂ. അപ്പോൾ അത് എ ആണ്. ഈ ആംഗിൾ നമ്മൾ ആൽഫയാണ് എടുത്തത്. അതായത് എ എക്സും എയും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. മക്കൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ ട്രയാങ്കിൾ നേരെ ഇങ്ങോട്ട് മാറ്റി വരച്ചു എന്ന് മാത്രം. മക്കൾ ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങളൊന്ന് സൈൻ തീറ്റ പറഞ്ഞേ. സൈൻ ആൽഫ അല്ലേ ആംഗിൾ. അപ്പോൾ സൈൻ ആൽഫ പറയും. സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ തീറ്റയുടെ വാല്യൂ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ വൈ. തീറ്റയുടെ അല്ലെങ്കിൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ വൈ, ഹൈപ്പോട്ടനസ് എ. ദെൻ സൈൻ ആൽഫ ഈക്വൽ ടു എ വൈ ബൈ എ ആണോ അല്ലയോ? എ വൈ ബൈ എ. മക്കൾ എ വൈ അവിടെ നിൽക്കട്ടെ, എ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ദറ്റ് ഈസ് എ വൈ അവിടെ വെച്ചാൽ എങ്ങോട്ട് പോരട്ടെ. അപ്പോൾ എ ഇൻറ്റു സൈൻ ആൽഫ. എ തന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇൻറ്റു സൈൻ ആൽഫ, ദറ്റ് ഈസ് ഈക്വൽ ടു എ വൈ എന്ന് പറഞ്ഞു. ഇതാണ് എ വൈയുടെ മാഗ്നിറ്റ്യൂഡ്, ദറ്റ് ഈസ് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതേപോലെ മക്കൾ അതേ ട്രയാങ്കിളിൽ നിന്ന് കോസ് ആൽഫ പറയും. കോസ് ആൽഫ ഈക്വൽ ടു കോസ് തൈറ്റ അല്ലെ കോസ് ആൽഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാ? ഇതല്ലേ ആൽഫയുടെ അഡ്ജസൻറ്റ് സൈഡ് എ എക്സ്, ഹൈപ്പോട്ടനസ് എ. ദാറ്റ് ഈസ് എ എക്സ് ബൈ എ ഈസ് കോസ് ആൽഫ.
എ എക്സ് അവിടെ നിൽക്കട്ടെ, എ എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്തായിരിക്കും എ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ എ ഇൻറ്റു കോസ് ആൽഫ ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു വളരെ കൃത്യമായിട്ട് അറിയാൻ പറയാം, എ എക്സിൻ്റെ ലെങ്ത്ത്, എ എക്സ് വെക്ടറിൻ്റെ ലെങ്ത്ത് അതായിട്ടുള്ള എ എക്സ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്, അതിൻ്റെ വാല്യൂ എ ഇൻറ്റു കോസ് ആൽഫയാണ്. ഈ ആംഗിളിൻ്റെ കൊസൈനിന് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ കോസ് ആൽഫയാണ് എ എക്സ് കിട്ടുന്നത്. എ എക്സ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോസ് ആൽഫ. അതേപോലെ എ വൈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എ വൈ, ആൻഡ് എ വൈ നമുക്ക് കിട്ടിയത് എ സൈൻ ആൽഫ. അപ്പോൾ ഇതിനെ നമ്മൾ സൈൻ കമ്പോണൻ്റ് ഓഫ് എ വെക്ടർ എന്ന് പറയും. എ വെക്ടറിൻ്റെ സൈൻ കമ്പോണൻ്റ് ആണ് എ വൈ. അതേപോലെ ഇത് കോസ് കമ്പോണൻ്റ് അല്ലേ, കോസ് എന്നല്ല പറയാം, കൊസൈൻ കമ്പോണൻ്റ് എന്നാണ് പറയാം. എന്താ പറയുക? കൊസൈൻ. കോസ് കമ്പോണൻ്റ് എന്ന് പറയുന്നതിന് പകരം കൊസൈൻ കമ്പോണൻ്റ് എന്ന് പറയും. എഴുതുമ്പോൾ കൊസൈൻ എന്നാണ് എഴുതുക. കൊസൈൻ കമ്പോണൻ്റ് ഓഫ് എ വെക്ടർ ആണ് ഏതെന്ന് പറയുന്നത് എ കോസ് ആൽഫ, ദാറ്റ് ഈസ് എ എക്സ്. ഇപ്പോൾ എ എക്സ് എ വെക്ടറിൻ്റെ കൊസൈൻ കമ്പോണൻറ്റും എ വൈ എ വെക്ടറിൻ്റെ സൈൻ കമ്പോണൻറ്റുമാണ്. ഒരു വെക്ടറിൻ്റെ കോസ് കമ്പോണൻറ്റ് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആ വെക്ടറിൻ്റെ സൈൻ കമ്പോണൻറ്റ് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റുമാണ്. അതെല്ലാം നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോസ് കമ്പോണൻറ്റ് ഓഫ് എ വെക്ടർ, കോസ് ഇൻറ്റു എ ഇൻറ്റു കോസ് ആൽഫ. അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എ ഇൻറ്റു സൈൻ ആൽഫ. അപ്പോൾ സൈൻ കമ്പോണൻറ്റ് ഓഫ് എ വെക്ടർ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും കോസ് കമ്പോണൻറ്റ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എ വെക്ടറുമാണ്. ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ഒന്ന്. അപ്പോൾ എ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ എ കോസ് ആൽഫ, എ വൈയുടെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ എ സൈൻ ആൽഫ. അതാണ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത്. എ എക്സും എ വൈയും നമുക്ക് ഇതേപോലെ എഴുതാം. ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ മാത്രം, അതായത് എ എക്സുമായിട്ടാണ് ആൽഫ, എ എക്സും എയുമായിട്ടാണ് ആൽഫ ആംഗിൾ എടുത്തത് എങ്കിൽ എ എക്സ് ഇസിക്വൾ എ കോസ് ആൽഫയാണ്, എ വൈ ഇസിക്വൾ എ സൈൻ ആൽഫയാണ്. ഇനി ഇങ്ങനെ തന്നെ ആംഗിൾ എടുത്തോളണമെന്നില്ല, ആംഗിൾ ഇവിടെ ഇടാം. ചിലപ്പോൾ എ വൈയും എയും തമ്മിലുള്ള ആംഗിൾ ചിലപ്പം ആൽഫ എന്ന് തന്നിട്ട് നിങ്ങളോട് കമ്പോണൻസ് പറയാൻ വന്നാൽ നേരെ തിരിയും. എ വൈ ആവും അവിടെ എ കോസ് ആൽഫ, എ എക്സ് എന്താവും എ സൈൻ ആൽഫ ആവും. വേണമെങ്കിൽ ചെയ്ത് നോക്കുക, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി, ഇപ്പോൾ ചെയ്ത പോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. എവിടെയാണ് ആംഗിൾ ഇട്ടതെന്നുള്ള കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം കമ്പോണൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് പറയാൻ. അപ്പോൾ ഏത് കമ്പോണൻറ്റുമായിട്ടാണോ ആംഗിൾ തൊട്ട് കിടക്കുന്നത്, ഇവിടെ എ എക്സുമായിട്ടാണ് ആംഗിൾ തൊട്ട് കിടക്കുന്നത്, എങ്കിൽ ആംഗിൾ തൊട്ട് കിടക്കുന്ന ആ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്ന വെക്ടറിൻ്റെ കോസ് കമ്പോണൻറ്റും ആംഗിളിന് തൊടാത്ത കമ്പോണൻറ്റ് അത് എ വെക്ടറിൻ്റെ അല്ലെങ്കിൽ തന്ന വെക്ടറിൻ്റെ സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിയർ കമ്പോണൻറ്റ് ഓഫ് ആംഗിൾ കൊസൈൻ കമ്പോണൻറ്റും ഓപ്പോസിറ്റ് കമ്പോണൻറ്റ് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് അത് ഏതുമായിരിക്കും സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. ഇപ്പോൾ നിയർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ തൊട്ട് കിടക്കുന്ന കമ്പോണൻ്റ് ആണ്. ഓപ്പോസിറ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിളിനെ തൊടാത്തൊരു കമ്പോണൻറ്റ് ഉണ്ടാവും. അപ്പോൾ തൊട്ട് കിടക്കുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് ആയിരിക്കും എപ്പോഴും, തൊടാത്ത കമ്പോണൻറ്റ് ആ വെക്ടറിൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ആംഗിൾ എവിടെ ഇട്ടാലും നമുക്ക് പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കും, എഫ് വെക്ടർ. എഫ് വെക്ടറിനെ ഞാൻ രണ്ട് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒരു എഫ് എക്സ് വെക്ടറും കിട്ടും, ഒരു എഫ് വൈ വെക്ടറും കിട്ടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഈ എഫ് വൈയും എഫും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എഫ് വൈയുമായിട്ടാണ് തീറ്റ തൊട്ട് കിടക്കുന്നത് ആംഗിൾ. തീറ്റയോ ആൽഫയോ എന്തോ ആയിക്കോട്ടെ, ആംഗിൾ എന്ത് വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ തീറ്റ തൊട്ട് കിടക്കുന്നത് ഏതുമായിട്ടാണ്, എഫ് ഐയോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എഫ് വൈ എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം, എഫിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും എഫ് ഐ, കാരണം ആംഗിൾ തൊട്ട് കിടക്കുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ എ വെക്ടർ ആണെങ്കിൽ എ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഇവിടെ എഫ് ആയതുകൊണ്ട് എഫ് ഇൻറ്റു കോസ് തീറ്റ ഇസ് എഫ് ഐ. കളി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ എഫ് എക്സ് പറയുമ്പോൾ അത് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കമ്പോണൻ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് എഫിൻ്റെ സൈൻ കമ്പോണൻ്റ് ആണ്, എഫ് ഇൻറ്റു സൈൻ തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് കൊടുക്കുക, ഇത് ആൽഫ ആണെങ്കിൽ ആൽഫ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവേണ്ടത് ഒരു വെക്ടറും അതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ആംഗിൾ തൊട്ട് കിടക്കുന്ന കമ്പോണൻ്റ് എപ്പോഴും കൊസൈൻ കമ്പോണൻ്റ് ആയിട്ട് എടുക്കണം, ആംഗിൾ തൊടാത്ത കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ശരി. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതി വെച്ചേക്കണേ. ഇങ്ങനെ എഴുതിക്കോ മക്കൾ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ എഴുതിയാൽ മതി. അങ്ങനെ ഹെഡിങ് കൊടുക്കുക, മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് കമ്പോണൻസ് ഓഫ് വെക്ടർ എന്ന് കൊടുക്കുക.
ഒരു ചിത്രം ഒന്നുകൂടെ വരയ്ക്കുക. ഈ ചിത്രം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് താഴെ എഴുതുക. അതിൻ്റെ താഴെ ആണെങ്കിൽ ഈ ചിത്രം വരച്ച് വെച്ചോ, ഒരു സന്തോഷം കിട്ടിക്കോട്ടെ. എന്നിട്ട് താഴെ ഫ്രം ദ ട്രയാങ്കിൾ OPQ സൈൻ ആൽഫ ചെയ്യാം, AY കാണാം, കോസ് ആൽഫ ചെയ്യാം, AX കാണാം, രണ്ടും കാണാം. എന്നിട്ട് താഴെ എഴുതി വെക്കുക, ഒറ്റ ഡയലോഗ് മാത്രം. ദ നിയർ കമ്പോണൻ്റ് ഓഫ് ആംഗിൾ ഇസ് ദ കൊസൈൻ കമ്പോണൻ്റ് ഓഫ് ദ ഗിവൺ വെക്റ്റർ ആൻഡ് ഒപ്പോസിറ്റ് കമ്പോണൻ്റ് ഓഫ് ദ ആംഗിൾ ഇസ് ദ സൈൻ കമ്പോണൻ്റ് ഓഫ് ദ ഗിവൺ വെക്റ്റർ. ഒന്നും മറക്കരുത്. ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ ഞാൻ തീറ്റ കാണുമ്പോൾ തീറ്റ തൊട്ട് കിടക്കുന്ന കമ്പോണൻറ്റ് പെട്ടെന്ന് അങ്ങ് കൊസൈൻ കമ്പോണൻ്റ് അങ്ങ് എഴുതുക ചെയ്യുക. അപ്പോൾ മക്കൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ ശരിക്കിരുന്ന് പഠിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് കാര്യം മക്കളെ. അതുമായി അപ്പോൾ ഇരുന്ന് പഠിച്ചോണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും, മുമ്പോട്ട് പോകുന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ. അപ്പോൾ ഒരു പ്ലെയിനിൽ കിടക്കുന്ന വെക്ടറിനെയാണ് ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്, രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റിയതൊക്കെ ഒരു പ്ലെയിനിൽ കിടക്കുന്ന വെക്ടറിനെ. അപ്പോൾ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ബോർഡ് ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ആക്സിസ് ഏതൊക്കെ ഉണ്ട്? ഒരു X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്, ഒരു ആക്സിസും കൂടെ ഉണ്ട് Z ആക്സിസ്. ഞാൻ പറഞ്ഞിരുന്നു പണ്ട്. Z ആക്സിസ് ബോർഡിൽ നിന്ന് പുറത്തേക്കാണ്. ഈ X ആക്സിസിൻ്റെ Y ആക്സിസിൻ്റെ ഇടയിൽ കൂടി കിടക്കുന്ന പ്ലെയിനാണ് ദിസ് പ്ലെയിൻ, ദറ്റ് ഈസ് XY പ്ലെയിൻ എന്ന് നമ്മളതിന് പറയാം. അതേപോലെ Y ആക്സിസ് ഇങ്ങനെയും Z ആക്സിസ് പുറത്തേക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ളൊരു പ്ലെയിൻ. വൈൻ്റെയും സെഡിൻ്റെയും ഇടയിൽ കുടുങ്ങി കിടക്കുന്ന ഈ പ്ലെയിന് YZ പ്ലെയിൻ എന്നാണ് പറയാം. എക്സിൻ്റെയും സെഡിൻ്റെയും, സെഡ് പുറത്തേക്കും എക്സ് ബോർഡിലുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിനും ഉണ്ടാവും അവിടെ. ദാറ്റ് പ്ലെയിൻ ഇസ് നോൺ ആസ് XZ പ്ലെയിൻ എന്ന് പറയും. ഏതൊക്കെ ആക്സിസുകൾക്കിടയിൽ വരുന്ന പ്ലെയിനാണോ ആ ആക്സിസുകളുടെ പേരിലാണ് പ്ലെയിൻ അറിയപ്പെടുക. ഒരു പ്ലെയിൻ ഫോം ചെയ്യണമെങ്കിൽ രണ്ട് കോർഡിനേറ്റ് ആക്സിസുകളായിരിക്കും വേണ്ടി വരിക. ഒന്നെങ്കിൽ എക്സും വൈയും തമ്മിലൊരു പ്ലെയിൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ വൈയും സെഡും തമ്മിലൊരു പ്ലെയിൻ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ എക്സും സെഡും തമ്മിലും ഒരു പ്ലെയിൻ ഉണ്ടാക്കാം. ഒരു പ്ലെയിനിൽ ഉള്ള ഒരു വെക്ടറിനെ, അപ്പോൾ ബോർഡ് ഒരു പ്ലെയിൻ ആയതുകൊണ്ട് ആ പ്ലെയിനിലുള്ള ഒരു വെക്ടറിനെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, രണ്ട് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തത്. AX വെക്ടറും അതേപോലെ AY വെക്ടറും ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഇനി ഞാനൊരു പ്ലെയിനിലുള്ള വെക്ടറിനല്ല സംസാരിക്കുന്നത്, സ്പേസിലുള്ള വെക്ടറിനെ കമ്പോണൻസ് ആക്കാൻ പോവുകയാണ്. നമുക്ക് സ്പേസിലൊരു വെക്ടർ ഉണ്ട്, 3 ഡയമെൻഷനലാണ്, സ്പേസിലുള്ള വെക്ടറാണ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഞാനൊന്ന് വരച്ചു തരാൻ നോക്കൂ. നമ്മുടെ സ്പേസ് 3D ആണ് കേട്ടോ, നോക്കണേ നല്ലപോലെ. ഇതേ കിടക്കണോ നമ്മുടെ Y ആക്സിസ്, ഇതേ കിടക്കണോ നമ്മുടെ X ആക്സിസ്, ഇതേ കിടക്കണോ നമ്മുടെ Z ആക്സിസ്. നമ്മുടെ റൂമൊക്കെ വിചാരിച്ചാൽ മതി. ഒരു റൂമാണ് ഇതെന്ന് വിചാരിക്കും, ഒരു ക്യൂബിക്കൽ ഷേപ്പുള്ള റൂമാണ്. അതിൻ്റെ ഒരു കോർണറാണ് ഇത്, ദാറ്റ് ഈസ് ദ ഒറിജിൻ. അവിടെ നിന്ന് X ആക്സിസ് ബോർഡിലൂടെ എങ്ങനെ പോകുന്നു, Y ആക്സിസും ബോർഡിലൂടെ എങ്ങനെ പോകുന്നു, Z ആക്സിസ് ബോർഡിൽ നിന്ന് പുറത്തേക്ക് ആണ് ഈ വരച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കിടക്കുന്ന ആ സ്പേസ് ആണ് നമ്മൾ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോക്സ് ഇങ്ങനെ 3 ഡയമെൻഷനിലല്ലേ അത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു സ്പേസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സ്പേസ് ഉണ്ടാവണമെങ്കിൽ 3 ആക്സിസുകളുണ്ടാവും. പ്ലെയിൻ ആണെങ്കിൽ 2 ആക്സിസ് മതി. സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, 3 ആക്സിസുകൾ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ചെയ്യണം എന്താണെന്നറിയോ, ഈ കോർണറിന് ഇത് ഒറിജിനാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഇവിടെ ഒരു കോർണറിലേക്ക് ഇവിടെ നിന്നൊരു വെക്ടർ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ദാറ്റ് ഈസ് A വെക്ടർ. ഈ വെക്ടർ ബോർഡിൽ കൂടെ അല്ല പോകുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൂമിൻ്റെ ആ കോർണർ ഒറിജിനായിട്ട് എടുത്തോ, എങ്കിൽ അപ്പുറത്തെ ഒരു കോർണർ ഉണ്ടാവില്ലേ, ഈ കോർണർ നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്തൊരു കോർണർ ഉണ്ടാവും. ആ കോർണറിലാണ് ഈ കോർണർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ റൂമിൻ്റെ സെൻറ്ററിലൂടെ എങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു വെക്ടർ. അപ്പോൾ ഈ കോർണറിന് ഓപ്പോസിറ്റ് സൈഡിൽ ആ ഫേസിലുള്ള അല്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ല വരച്ചത്, ഇവിടുന്ന് പുറത്തേക്ക് ഇതാ Z ആക്സിസ് ഇങ്ങോട്ടാണ്, ആ ബോക്സ് ഇങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങനെ ഇവിടേക്ക്. ആ വെക്ടറാണ് ഈ കാണുന്ന A വെക്ടർ, സ്പേസിൽ വരച്ചേക്കുന്ന വെക്ടറാണ്. സ്പേസിലുള്ള ഒരു വെക്ടറിന് 3 റെക്ടാങ്കുലർ കമ്പോണൻസ് ഉണ്ടാവും. പ്ലെയിനിലുള്ള വെക്ടറിന് 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ഉണ്ടായിരുന്നുള്ളൂ. സ്പേസിലാണെങ്കിൽ 3 കമ്പോണൻസ് ഉണ്ടാവും. നോക്കിയാൽ ഞാൻ ഏതാണ്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്ക്. എക്സിൻ്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റ് ഉണ്ടാവും ഇതേപോലെ, ദാറ്റ് ഈസ് നോൺ ആസ് AX വെക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. വൈയുടെ ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് AY വെക്ടർ. ഇത് രണ്ടും നമുക്ക് നേരത്തെയും പരിചയമുള്ളതാണ്, AXും AYയും പ്ലെയിനിലുള്ള വെക്ടർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ. ഇനി അത് കൂടാതെ സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റ് കൂടെ ഉണ്ടാവും സ്പേസിലെ വെക്ടർ ആകുമ്പോൾ. കാരണം വെക്ടർ സ്പേസിലാണ് കിടക്കുന്നത്. സ്പേസിലെ വെക്ടറിന് 3 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ദിസ് കമ്പോണൻറ്റ് ഈസ് AZ വെക്ടർ എന്ന് പറയാം നമുക്ക്. എങ്കിൽ A വെക്ടറിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് AX വെക്ടർ, വേറൊരു കമ്പോണൻ്റ് ആണ് AY വെക്ടർ, വേറൊരു കമ്പോണൻ്റ് ആണ് AZ വെക്ടർ എങ്കിൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൻ്റെ പോർഷൻസ് ആണ് അല്ലെങ്കിൽ പീസസ് ആണ്.
അപ്പോൾ എ എക്സും എ വൈയും എ സെഡുമായിട്ട് 3 കമ്പോണൻസ് ആയിട്ട് എ വെക്ടറിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാമെങ്കിൽ എ എക്സ് വെക്ടറും എ വൈ വെക്ടറും എ സെഡ് വെക്ടറും കൂടെ കൂട്ടിയാൽ എ തന്നെ കിട്ടും വേണം. നമ്മളന്ന് എ വെക്ടറിനെ എ എക്സും എ വൈയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എ എക്സ് എ വൈയുടെ കൂട്ടിയപ്പോൾ എ കിട്ടിയിരുന്നു. അതേപോലെ സ്പേസിലിരിക്കുന്ന എ 3 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാമെങ്കിൽ അത് 3ഉം പെർപെൻഡിക്കുലർ ആണ്. കാരണം ഒന്ന് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലാണ്, മറ്റത് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്, മൂന്നാമത്തെ സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ആ 3 കമ്പോണൻസ് കൂടെ ആഡ് ചെയ്താൽ എ കിട്ടണം. കാരണം 3 കമ്പോണൻസും എയുടെ കമ്പോണൻസാണ്. നമുക്ക് ചെയ്ത് നോക്കാം, വെറുതെ കിട്ടുമെന്ന് നോക്കാമല്ലോ. നിങ്ങൾ ആദ്യം 3 വെക്ടേഴ്സ് ഒരുമിച്ച് കൂട്ടണമെങ്കിൽ ആദ്യം 2 എണ്ണം ആഡ് ചെയ്യുക. ഏതെങ്കിലും 2 എണ്ണം ആഡ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിസൾട്ടൻറ്റുമായിട്ട് 3ാമത്തെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 കൂടെ കൂട്ടലായി. ഇപ്പോൾ എയും ബിയും സിയും കൂടെ കൂട്ടണമെങ്കിൽ എയും ബിയും ആദ്യം കൂട്ടുക, അതിന് റിസൾട്ട് കിട്ടുമല്ലോ. ആ കിട്ടുന്ന റിസൾട്ട് 3ാമത്തെ കൂട്ടിയാൽ മതി. അപ്പോൾ അതിനാണെങ്കിൽ ഞാനിപ്പോൾ ആദ്യം എ എക്സും എ സെഡും കൂട്ടണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടിക്കോ. എ എക്സ് എ വൈ വേണേൽ കൂട്ടാം, എ എക്സ് എ സെഡും വേണേൽ കൂട്ടാം, ഏതും കൂട്ടാം. ഞാൻ എ എക്സും എ സെഡും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. എ എക്സ് വെക്ടറിൻ്റെയും എ സെഡ് വെക്ടറിൻ്റെയും ടെയിൽസ് ഒരുമിച്ചാണ് കിടക്കണേ. എ എക്സ് വെക്ടറിൻ്റെയും എ സെഡ് വെക്ടറിൻ്റെയും ടെയിൽസ് ഒരുമിച്ചാണെങ്കിൽ നമുക്കിവിടെ ഒരു പാരലോഗ്രാം വരയ്ക്കാം. ഞാൻ എ സെഡിന് പാരലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, എ എക്സിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ദറ്റ് മീൻസ് ഹിയർ ദർ ഈസ് എ പാരലോഗ്രാം ജസ്റ്റ് ലൈക്ക് ദിസ്. ഇപ്പോൾ എ എക്സ് വെക്ടറും എ സെഡ് വെക്ടറും 2 വെക്ടേഴ്സ് അത് വെച്ചിട്ട് ഒരു പാരലോഗ്രാം വരച്ചാൽ അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ അത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. അപ്പോൾ ഈ വെക്ടർ ഏതാ? ഈ വെക്ടർ ഏതാ? ഇത് ഏതൊക്കെ കൂട്ടിയപ്പോൾ കിട്ടിയതാ? എ എക്സ് വെക്ടറും എ സെഡ് വെക്ടറും കൂട്ടിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമുക്കതിന് ആ വെക്ടറിന് എന്ത് പറയാം? എ എക്സ് വെക്ടറിൻ്റെയും എ സെഡ് വെക്ടറിൻ്റെയും സമ്മാണ് കിട്ടിയേക്കണേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഇത് കിട്ടിയെങ്കിൽ ഇനി ഇതും എ വൈയും കൂടെ കൂട്ടിയാൽ 3ഉം കൂടെ കൂട്ടലായി. അപ്പോൾ ഇതും എ വൈയും നോക്കിക്കേ, എ എക്സ് പ്ലസ് എ സെഡിൻ്റെ ടെയിലും എ വൈയുടെ ടെയിലും ഒരുമിച്ചാണ് കിടക്കണേ. എങ്കിൽ ഈ 2 വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്കൊരു പാരലോഗ്രാമിലോ അവിടെ ഫോം ചെയ്യാം. അത് ഫോം ചെയ്യുമ്പോൾ നോക്കിക്കോ, ഞാൻ ഈ എ എക്സ് പ്ലസ് എ സെഡിന് പാരലായിട്ട് ഒരു സൈഡ് ഇവിടെ വരയ്ക്കുന്നു. എന്നിട്ട് എ വൈക്ക് പാരലായിട്ട് ഒരു സൈഡ് ഇങ്ങനെയും മാർക്ക് ചെയ്യും. നോക്കുക, നമുക്ക് ഇങ്ങനെ ഒരു പാരലോഗ്രാം കണ്ടോ? അതാ ഇവിടെ ഏതൊക്കെ കൂട്ടേണ്ടത്? എ എക്സ് പ്ലസ് എ സെഡും എ വൈയും കൂടെ കൂട്ടണം. അപ്പോൾ ആ പാരലോഗ്രാമിൻ്റെ 2 വെക്ടേഴ്സും എ എക്സ് പ്ലസ് എ സെഡും എ വൈയും ടെയിൽസ് ഒരുമിച്ച് കിടക്കണം. അതൊരു പാരലോഗ്രാം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടല്ലേ എ കിടക്കണേ, അതിൻ്റെ ഡയഗണലായിട്ടല്ലേടാ എ കിടക്കണത്. എങ്കിൽ എ എന്ന് പറയണത് എന്തായിരിക്കണം? ഏതൊക്കെ കൂട്ടിയപ്പോൾ കിട്ടിയതാ? എ എക്സ് പ്ലസ് എ സെഡും എ വൈയും കൂടെ കൂട്ടിയതായിരിക്കണം. കാരണം അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റിലാണ് ആര് കിടക്കുന്നത്? എ കിടക്കണത്. നമുക്ക് എ വെക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതൊക്കെ കൂട്ടിയതാ? എ എക്സ് പ്ലസ് എ സെഡിനോട് ഏതും കൂടെ കൂട്ടി? എ വൈയും കൂടെ കൂട്ടി. അതല്ലേ എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ നമ്മളോട് പറഞ്ഞത്. എ എക്സും എ വൈയും എ സെഡും 3ഉം എ വെക്ടറിൻ്റെ കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ എ എക്സും എ വൈയും എ സെഡും കൂടെ കൂട്ടിയാൽ ഏ തന്നെ കിട്ടണം. കിട്ടുന്നുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ആഡ് ചെയ്യുക ചെയ്ത്. എ എക്സും എ സെഡും കൂടെ ആദ്യം ആഡ് ചെയ്തു, അതിന് റിസൾട്ട് കിട്ടി. ആ കിട്ടിയ റിസൾട്ടും എ വൈയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ടിൻ്റെ വെക്ടർ എ കിട്ടി. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എ എക്സും എ വൈയും എ സെഡും അതിൻ്റെ കമ്പോണൻസ് ആണെങ്കിൽ എ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? എ വെക്ടർ എങ്ങനെ എഴുതാം? എ വെക്ടർ ഈക്വൽ ടു എ എക്സ് വെക്ടറിൻ്റെയും എ വൈ വെക്ടറിൻ്റെയും എ സെഡ് വെക്ടറിൻ്റെയും സമ്മായിട്ട് എഴുതാം. അതാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കളിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് പഠിക്കാം, കാരണം അത് ചെയ്യാൻ പോകുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ വേണം നിങ്ങൾക്ക്. എ വെക്ടർ ഈക്വൽ ടു നോക്കണേ, നല്ലപോലെ നോക്കണേ. എ വെക്ടർ ഈക്വൽ ടു എ എക്സ് വെക്ടർ പ്ലസ് എ വൈ വെക്ടർ ആയിരുന്നു എങ്കിൽ ആ സമയത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആയിരുന്നില്ലേ എയുടെ മാഗ്നിറ്റ്യൂഡ്? ചെയ്തതല്ലേ നമ്മൾ അതിനെ കമ്പോണൻ്റ് ആക്കി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടപ്പോൾ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ സെഡ് ആണ് എ എങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതും? അപ്പോൾ നോക്കിക്കോ, അപ്പോൾ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് എ വൈ മാത്രമുള്ളപ്പോൾ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡിൻ്റെ സ്ക്വയറും കൂടെ ചെയ്യണം. സില്ലി മാറ്റർ. 2 എണ്ണം ഉള്ളെങ്കിൽ 2 എണ്ണത്തിൽ നിർത്തിക്കോ, 3 എണ്ണൻ്റെ 3 എണ്ണത്തിൽ നിർത്തിക്കോ. ഇതായിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഉണ്ടാവുക. ഇത് കിട്ടിയ നമുക്കിതിനെ കമ്പോണൻ്റ് ഫോമിൽ എഴുതണം. എ വെക്ടറിനെ കമ്പോണൻ്റ് ഫോം ഓഫ് എ വെക്ടർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇപ്പോൾ എ എക്സ് വെക്ടറിനെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എ എക്സ് വെക്ടർ സിക്വൾ എ എക്സ് ഐ ക്യാപ്പ് എന്ന് എഴുതിയില്ലായിരുന്നു. എ വൈ വെക്ടറിനെ എ വൈ ജെ ക്യാപ്പ് എന്ന് എഴുതിയിരുന്നു. കാരണം ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലായിരുന്നു എ എക്സ് വെക്ടർ എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ, ജെ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലായിരുന്നു എ വൈ വെക്ടർ അത് ജെ ക്യാപ്പിൻ്റെ ഡയറക്ഷനിൽ.
അങ്ങനെയാണെങ്കിൽ എ സെഡ് വെക്ടർ ആരുടെ ഡയറക്ഷനിലാണ്? എ സെഡ് വെക്ടർ സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷനാണ്. അത് കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ കെ ക്യാപ് അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് സെഡ് വെക്ടർ എന്ന് പറയുമ്പോൾ എ സെഡ് ഇൻറ്റു ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഏതാ? കെ ക്യാപാണ്. അപ്പോൾ ഇത് മൂന്ന് നമുക്ക് കിട്ടി. എക്സ് എക്സ് ഐ ക്യാപും എ വൈ ജെ ക്യാപും നമുക്ക് അറിയുന്നതാണ്. പിന്നെ എ സെഡ് അല്ലേ പ്രശ്നമുള്ളൂ. എ സെഡ് ഡയറക്റ്റ് ചെയ്യുന്നത് കെ ക്യാപിൻ്റെ ഡയറക്ഷനിലാണ്, അതായത് സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. പിന്നെ എ സെഡ് വെക്ടർ എങ്ങനെ എഴുതേണ്ടി വരും? എ സെഡ് കെ ക്യാപ്. എങ്കിൽ therefore എ വെക്ടർ എങ്ങനെ എഴുതാം നമുക്ക്? എ വെക്ടർ ഇക്വൽ ടു പോരട്ടെ എ എക്സ് വെക്ടർ പ്ലസ് എ വൈ വെക്ടർ പ്ലസ് എ സെഡ് വെക്ടർ ആണ്. എ എക്സ് വെക്ടർ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ വെക്ടർ എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് വെക്ടർ എ സെഡ് കെ ക്യാപ്. ഇതാണ് കമ്പോണൻറ്റ് ഫോം ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. മൂന്ന് കമ്പോണൻസ് ഉണ്ടെങ്കിൽ, രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്പിൽ നിൽക്കും. മൂന്ന് കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ വരും ചെയ്യും. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു vector in space can be split into three mutually perpendicular components and the sum of that components must be the given vector. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാമെന്നുള്ളത്, തന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പോണൻറ്റിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാം, അതേപോലെ കമ്പോണൻറ്റ് ഫോമിൽ ആ വെക്ടറിനെ എങ്ങനെ എഴുതാം, ഐ ക്യാപ്പിനെയും ജെ ക്യാപ്പിനെയും കെ ക്യാപ്പിൻ്റെ കിട്ടാമില്ല. നമ്മളോട് ഇങ്ങനെ പറയാം എ വെക്ടർ ഇസ് ഗിവൺ ബൈ 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ് എന്നൊക്കെ പറയും. ഇത് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഇത് എക്സ് കമ്പോണൻ്റ് ആണ്, അതായത് നമ്മുടെ എ എക്സ് ഐ ക്യാപ്പ്. ഇതേതാ? എ വൈ ജെ ക്യാപ്പാണ്. ഇതോ എ സെഡ് കെ ക്യാപ്പാണെന്ന് മനസ്സിലായിക്കോണം. അതിൽ നമുക്ക് വേണമെങ്കിൽ എ എക്സ് കിട്ടും, എ എക്സ് 2, എ വൈ എന്താ 3, എ സെഡ് എന്താ -2. കമ്പയർ ചെയ്തെടുത്താൽ മതി. നമുക്കറിയണ ഇക്വേഷൻ ഇതാണെന്ന് അറിയാമെങ്കിൽ അത് നേരെ അങ്ങോട്ട് കമ്പയർ ചെയ്തിട്ട് ആ വാല്യൂസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഇതാണ് കമ്പോണൻറ്റ് ഫോം. ഏതിൻ്റെ കേസിൽ? ഒരു സ്പേസിലുള്ള വെക്ടറിൻ്റെ കേസിൽ. ഓക്കെ ആണല്ലോ? ശരി, നോക്കിക്കോ നല്ലപോലെ. അത്യാവശ്യമുള്ള കാര്യങ്ങൾ എഴുതിക്കോണേ. ശരി, മക്കളെ എഴുതിക്കോ. താഴെ ചിത്രം ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കി. ഇങ്ങനെ ഇതാ ആദ്യം ഹെഡിങ് റെക്ടാങ്കുലർ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഇൻ സ്പേസ് എന്ന് കൊടുക്കുക. താഴെ ഇങ്ങനെ ഇതാ എ വെക്ടർ ഇൻ സ്പേസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 3 mutually perpendicular components. A component along x direction, a component along y direction and a component along z direction. എന്നിട്ട് ചിത്രം നല്ലപോലെ വരച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ ഫ്രം ദ ഫിഗർ ബൈ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എ വെക്ടർ ഇസ് ഈക്വൽ ടു എ എക്സ് വെക്ടർ പ്ലസ് എ വൈ വെക്ടർ പ്ലസ് എ സെഡ് വെക്ടർ. Therefore magnitude of a vector, that is a is equal to root of ax square plus ay square plus az square. താഴെ കമ്പോണൻ്റ് ഫോം ഓഫ് എ വെക്ടർ, that is a vector is equal to എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ്. ചുമ്മാ എഴുതി വെച്ചാൽ മതി, അല്ലേ സംഭവമാക്കി ചെയ്യേണ്ട, ജസ്റ്റ് നോർമൽ ഉണ്ടായാൽ മതി. 3 dimensional ഫോം. ഓക്കെ ആണല്ലോ മക്കളെ? അത്രയേ ഉള്ളൂ അത് കമ്പോണൻ്റ് ആക്കി മാറ്റണത്. പിന്നെ ഡയറക്ഷൻ കൊസൈൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് എൻട്രൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്. തൽക്കാലം മതി. ഓക്കെ. അപ്പോൾ നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് താൽക്കാലികമായിട്ട് അവിടെ താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. കാരണം ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, നമ്മളിപ്പോൾ അഡീഷന്, സബ്ട്രാക്ഷന്, അതേപോലെ റെസൊല്യൂഷൻ 3 കാര്യങ്ങളാണ് കാര്യമായിട്ട് പഠിച്ചത്. അപ്പോൾ ആ വെക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, അതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിച്ചോളൂ. എല്ലാം കൂടെ ഇപ്പോൾ പഠിച്ച് കൊള്ളാക്കണ്ട. അപ്പോൾ നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് പോവുക. 3-4 സെക്ഷനാണ് ഈ ചാപ്റ്റർ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മോഷൻ ഇൻ പ്ലെയിൻ എന്ന് തന്നെയാണ് എൻ്റെ ഹെഡിങ്. മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ 2 dimensional മോഷൻ എന്ന് പറയും. 2 dimensional മോഷൻ. 2 dimensional മോഷന് വിശദമായിട്ടുള്ളൊരു പരിശോധനയ്ക്കാണ് പോണത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മക്കൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? ഇപ്പോൾ 1 dimensional മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡിയുടെ പൊസിഷൻ എങ്ങനെ പറയാമെന്ന് പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ സാധാരണ എക്സോ വൈയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉപയോഗിക്കാറ്, ഒരു ബോഡിയുടെ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ എക്സ് വൈ കോർഡിനേറ്റ് ആക്സിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഇപ്പോൾ 2, 3 ആണ് കോർഡിനേറ്റ്സ് എന്ന് വിചാരിക്കും. എക്സ് വൈ എന്നല്ലേ കോർഡിനേറ്റ്സ് ചെയ്താൽ. അപ്പോൾ എക്സ് വൈ 2, 3 ആണെങ്കിൽ ഈ ബോഡിയുടെ പൊസിഷനാണ് 2, 3 എന്ന് നമ്മൾ പറയുന്നത്. ആ പൊസിഷൻ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? അപ്പോൾ ഈ പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ പൊസിഷനാണ് 2, 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഒറിജിൻ ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലൂടെ 2 മീറ്റർ ഡിസ്റ്റൻസിലും
ഒറിജിനിൽ നിന്ന് y ആക്സിസിൽ 3 മീറ്റർ ഡിസ്റ്റൻസിലുമാണ് ആ പോയിന്റ് ഇരിക്കുന്നതെന്നാണ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബോഡിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ. ഒരു ബോഡിയുടെ പൊസിഷൻ 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സും വൈ ആണ് കോർഡിനേറ്റ്സ് എന്ന് അറിയാൻ മാത്രമൊക്കെ മക്കൾ വളർന്നിട്ടില്ലേ. അപ്പോൾ ഇത് സൂചിപ്പിക്കണത് ഇത്രയേ ഉള്ളൂ. പോയിന്റിൻ്റെ പൊസിഷൻ 2, 3 എന്ന് പറഞ്ഞതിനർത്ഥം എക്സ് ആക്സിസിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടും y ആക്സിസിൽ 3 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടുമാണ് പോയിന്റ് ഇരിക്കണമെന്ന് അർത്ഥം. ഇനിയിപ്പോൾ ഇത് എക്സ് വൈ എന്നാണ് തന്നതെങ്കിൽ എന്താണ് മനസ്സിലാക്കുക? ഒറിജിനിന്ന് ആ പോയിന്റിലേക്ക് എക്സിലൂടെ എക്സ് ഡിസ്റ്റൻസും വൈയിലൂടെ എത്ര ഡിസ്റ്റൻസും ആണുള്ളത്? വൈ ഡിസ്റ്റൻസും ആണുള്ളത്. അതുകൊണ്ടാണ് ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ, ഒരു ബോഡിയുടെ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എക്സോ വൈയോ ഒക്കെ 1 ഡയമെൻഷണൽ മോഷൻ ആകുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എക്സ് ആക്സിസിലാണ് മോഷൻ നടക്കണമെങ്കിൽ ഇനീഷ്യലി ബോഡി ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പറയും എക്സ് ഡിസ്റ്റൻസിലാണ് അത് ഉണ്ടായിരുന്നത് എങ്കിൽ എക്സ് ആണ് അതിൻ്റെ കോർഡിനേറ്റ് എന്നൊക്കെ പറയുകയും ചെയ്യും. ഒരു പൊസിഷൻ എക്സ് ആണെന്നൊക്കെ. വൈയിലൂടെ മോഷൻ നടക്കുമ്പോൾ വൈ ആണ് അതിൻ്റെ പൊസിഷൻ എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ ആകുമ്പോൾ ഇതേപോലെ 2 കാണില്ല, ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വിശദമായിട്ട് നമുക്ക് പറയാം. അവിടെ നിൽക്കട്ടെ. പിന്നെ മക്കൾ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്, ആക്സലറേഷൻ പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ 1 ഡയമെൻഷണൽ മോഷനിൽ അല്ലെങ്കിൽ മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈനിൽ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്കറിയാം. എനിക്കതല്ല വേണ്ടത്. എനിക്ക് 2 ഡയമെൻഷണൽ മോഷനിൽ വരുമ്പോൾ മോഷനിൻ്റെ പ്ലെയിനിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് പൊസിഷൻ പറയേണ്ടത്, എങ്ങനെയാണ് വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ പറയേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. 2Dയിലേക്ക് വരുമ്പോൾ പൊസിഷൻ മാറിയിട്ട് പൊസിഷൻ വെക്റ്റർ ആവും. ഇനി 100% കോൺസെൻട്രേഷൻ വേണം, എന്നാലേ കാര്യം മനസ്സിലാവുള്ളേ. പൊസിഷൻ വെക്റ്ററായിട്ട് മാറും. പൊസിഷന് പകരം നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കുക പൊസിഷൻ വെക്റ്ററാണ്. പൊസിഷൻ വെക്റ്റർ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു എക്സ് വൈ കോർഡിനേറ്റ് ആക്സിസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ആ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. എക്സ് വൈ ആണ് കോർഡിനേറ്റ്സ് ഓഫ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസിൽ അത് എക്സ് ഡിസ്റ്റൻസിലും വൈ ആക്സിസിൽ അത് വൈ ഡിസ്റ്റൻസിലും മൂവ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് എക്സ് വൈ അതിൻ്റെ പൊസിഷൻ ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ പറയാനുള്ളൂ. ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയും നമ്മൾ. ഒറിജിൻ 0, 0 എന്നല്ല നമ്മൾ എടുക്കാറ്. ഒറിജിനിൽ നിന്ന് ഏത് പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണോ വേണ്ടത്, ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു വെക്റ്റർ വരയ്ക്കാമെങ്കിൽ ആ വെക്റ്ററിനെയാണ് നമ്മൾ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയാം. ആൻഡ് പൊസിഷൻ വെക്റ്റർ ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ ആർ വെക്റ്റർ. ആർ വെക്റ്റർ എന്നാണ് ആ വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുക. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ്. ഇപ്പോൾ ഫോഴ്സിന് എഫ് എന്ന് പറയുന്ന മാതിരി. അപ്പോൾ ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്റ്ററിനെയാണ് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഈ പൊസിഷൻ വെക്റ്റർ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷം നമ്മൾ അതിനുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഈ ഡിസ്റ്റൻസ് നമുക്കൊക്കെ അറിയാം. വളരെ കൃത്യമായിട്ട് എൻ്റെ കൂടെ നിൽക്കണം. ഈ ഡിസ്റ്റൻസ് എത്രയാടാ? ഈ കോർഡിനേറ്റ്സ് എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും എന്ന് ചിന്തിക്കാൻ മാത്രമൊക്കെ ബുദ്ധി നമുക്കുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് നമുക്കറിയാം. അത് വൈ ആയിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും നമുക്കുണ്ട്. കാരണം എക്സ് വൈ ആണ് കോർഡിനേറ്റ്സ് എങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സും ഈ ഡിസ്റ്റൻസ് വൈയും ആണ്. എല്ലാവർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഞാൻ പതിയെ ആരും കാണാതെ ഇതിനെന്താക്കി മാറ്റാൻ പോവാണ്, ഒരു വെക്റ്റർ ആക്കിയിട്ട് എഴുതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആണ്. കാരണം വെക്റ്ററിൻ്റെ ലെങ്ത് ആണ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ ലെങ്ത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആണ്. ഈ ഒരു വെക്റ്ററിൻ്റെ ആ യെല്ലോ കളറിൽ കാണുന്നത്. പക്ഷെ അതൊരു വെക്റ്ററായിട്ട് മാറുമ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ അതിനെ വെക്റ്ററായിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് എക്സ് ആണ്, ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനുമാണ്. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്പ് കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വെക്റ്റർ ആയില്ലേ എക്സ് ഐ ക്യാപ്പ്. അപ്പോൾ എന്താ സംഭവിക്കുക? മാഗ്നിറ്റ്യൂഡ് എക്സും ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനും, അതല്ലേ എക്സ് ഐ ക്യാപ്പ് എന്ന് പറയുന്ന വെക്റ്റർ. കാരണം ഈ ഐ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വേറൊന്നും സംഭവിക്കില്ല. കാരണം ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ എക്സിന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിനെ ഉണ്ടാവുക. പിന്നെ ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസിലും ആയതുകൊണ്ട് നമുക്ക് എക്സ് ഐ ക്യാപ്പാണ് ഈ വെക്റ്റർ. സിമിലർ മാനറിൽ ഈ ലെങ്ത് വൈ ആണെങ്കിൽ എനിക്കതിനെ മുകളിലോട്ട് ഒരു വെക്റ്ററാക്കി മാറ്റാൻ ഒരു ബോധി. അപ്പോൾ ഈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈ ആണ്. അത് കാണിക്കുന്ന ഡയറക്ഷൻ വൈ ആക്സിസിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഒരു ജെ ക്യാപ്പ് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ വൈ ജെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്റ്ററായിട്ട് മാറി. അത് ഇനി മക്കൾ തന്നെ പറ, എക്സ് ഐ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇങ്ങോട്ട്, വൈ ജെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇങ്ങോട്ട്. ഈ രണ്ട് വെക്ടേഴ്സിനെയും ടെയിൽസ് ഒരുമിച്ചല്ലേ കിടക്കണേ? നമ്മളൊരു പാരലോഗ്രാം ഉണ്ടാക്കി. ആ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ അല്ലേ ആർ വെക്റ്റർ? എങ്കിൽ ആർ വെക്റ്റർ റിസൾട്ടൻ്റ് അല്ലേ രണ്ട് വെക്ടേഴ്സിൻ്റെ? ഏതിൻ്റെയൊക്കെ? എക്സ് ഐ ക്യാപ്പിൻ്റെയും വൈ ജെ ക്യാപ്പിൻ്റെയും റിസൾട്ടൻ്റ് ആണ് ആർ വെക്റ്റർ. എങ്കിൽ ബൈ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ വി കൻ സേ ദാറ്റ് ആർ വെക്റ്റർ ഇസ് ഈക്വൽ ടു
ഈ വെക്ടറിന്റെയും സമ്മാണ് ഈ വെക്ടർ. അത് പാരലോഗ്രാം ലോ ആണ്. അപ്പോൾ എക്സ് ഐ ക്യാപ്പിന്റെയും വൈ ജെ ക്യാപ്പിന്റെയും സമ്മാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ തന്നാൽ, പൊസിഷൻ എക്സ് വൈ എന്ന് തന്നു കഴിഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് ആണ് ഈ കമ്പോണന്റിന് ഉണ്ടാവുകയെന്നും വൈ ഡിസ്റ്റൻസ് ആണ് ഈ കമ്പോണന്റ് ഉണ്ടാവുക എന്നുള്ള ബോധം നമുക്കുണ്ട്. അതിനെ അങ്ങോട്ട് വെക്ടർ ആക്കി കഴിഞ്ഞാൽ അത് എക്സ് ഐ ക്യാപ്പോ, ഇങ്ങോട്ട് വെക്ടർ ആക്കുമ്പോൾ അത് വൈ ജെ ക്യാപ്പോ, അത് രണ്ടും കൂടെ കൂട്ടിയാൽ 6 കിട്ടും ചെയ്യും. കാരണം അത് പാരലോഗ്രാം വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് 6 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി മക്കൾക്ക് എക്സും വൈയും തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാനൊന്നും നിൽക്കരുത്. എക്സും വൈയും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പൊസിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പൊസിഷൻ വെക്ടർ എഴുതണം. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്, ഇപ്പോൾ ഒരു പോയിന്റ് തന്നു, എ പോയിന്റ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് എ ബോഡി ഈസ് 2, 3 എന്ന് തന്നു. ക്യാൻ യു ഗെസ് വാട്ട് വിൽ ബി ദ പൊസിഷൻ വെക്ടർ ഓഫ് ദിസ് പോയിന്റ്? അതിന്റെ പൊസിഷൻ 2, 3 ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. ക്യാൻ യു ഗെസ് വാട്ട് ഇസ് ദ പൊസിഷൻ വെക്ടർ? ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് അല്ലേ പൊസിഷൻ വെക്ടർ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആരാ? 2. അപ്പൊ 2 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 3 ഇൻറ്റു ജെ ക്യാപ് പൊസിഷൻ വെക്ടർ കിട്ടി. അപ്പൊ 2, 3 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് 2 ഐ ക്യാപ് പ്ലസ് 3 ജെ ക്യാപ്. എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. നമുക്ക് പോയിന്റ്സ് ഒക്കെ തന്നിട്ട് പൊസിഷൻ വെക്ടർ എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനായി പോരുത്. അപ്പോൾ ഏത് പോയിന്റിനും ഇതേപോലെ പൊസിഷൻ വെക്ടർ വരയ്ക്കാം. അപ്പോൾ ഒരു പോയിന്റിന് ഒരു പൊസിഷൻ വെക്ടർ ഉണ്ടാവുക. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്ടറിനാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയാം. ആൻഡ് ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ആർ എക്സ് ആൻഡ് വൈ, then we can say that the position vector of that point is xi cap plus yj cap. ഇത്രയും കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അതാണ് പൊസിഷൻ വെക്ടർ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വളരെ കൃത്യമാകണേ. അപ്പോൾ പൊസിഷന് പകരം നമ്മൾ 2 ഡയമെൻഷണൽ മോഷനിൽ പൊസിഷൻ വെക്ടർ പറഞ്ഞു. ആ പൊസിഷൻ വെക്ടറിന് 2 കമ്പോണൻസ് ഇല്ലേ നോക്കിക്കേ. 2 കമ്പോണൻസ് ഉണ്ട്. എക്സിൽ ഒരു കമ്പോണന്റ് ഉണ്ട്, വൈയിൽ വേറൊരു കമ്പോണന്റ് ഉണ്ട്. അല്ലെങ്കിൽ എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ്, വൈ ആക്സിന്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ്. എക്സ് ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പും പൊസിഷൻ വെക്ടറിന് തന്നെ. പക്ഷേ 1 ഡയമെൻഷണൽ മോഷനിൽ നമുക്ക് പൊസിഷൻ ഒന്നെങ്കിൽ എക്സിൽ അല്ലെങ്കിൽ വൈയിലാണ് പറയാറ്. അവിടെ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമായിരുന്നു മോഷൻ. ഇവിടെ നമുക്ക് പ്ലെയിനിലെ മോഷൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ മോഷനിൽ, ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷനിൽ ഒരിക്കലും ഒരു കോർഡിനേറ്റ് കൊണ്ട് മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. 2 കോർഡിനേറ്റ് വേണ്ടി വരും. ഒന്നെങ്കിൽ എക്സും വൈയും, അല്ലെങ്കിൽ വൈയും സെഡും, അല്ലെങ്കിൽ എക്സും സെഡും. കാരണം ഒരു പ്ലെയിൻ ഉണ്ടാവുന്ന തന്നെ 2 കോർഡിനേറ്റുകൾ ഉപയോഗിച്ചാണ്, 2 ആക്സിസുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊസിഷൻ വെക്ടർ തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് പൊസിഷൻ വെക്ടറിന് 2 കമ്പോണൻസ് ഉണ്ട്, എക്സ് ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പും. ഇനി നമുക്ക് പൊസിഷൻ അവിടെ വിട്ടിട്ട് ഡിസ്പ്ലേസ്മെന്റിലോട്ട് വരാം. 1 ഡയമെൻഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് പഠിച്ചെങ്കിൽ 2 ഡയമെൻഷനിലോട്ട് വരുമ്പോൾ, പ്ലെയിനിലെ മോഷനിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആവും. പൊസിഷൻ വെക്ടർ ആയ പോലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആവും. ഇവിടെയാണ് അപ്പോൾ ശരിക്കും നമ്മൾ പൊസിഷൻ എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നൊക്കെ പഠിക്കുന്നത്. 1 ഡയമെൻഷനിൽ ഒരു തരികട ഒപ്പിച്ച് പോകുന്ന നമ്മൾ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങനെ ഉണ്ടാവും നോക്കിക്കോ. കൂടെ നിന്നോണം. ഞാനതാ നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസുകൾ മാർക്ക് ചെയ്യാണ്. ബഹുമാനപ്പെട്ട എക്സ് ആക്സിസ്, ബഹുമാനം കുറവില്ലാത്ത വൈ ആക്സിസ്. ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ബോഡി ഉണ്ടായിരുന്നു. എയുടെ കോർഡിനേറ്റ്സ് x1 y1 ആണ്. ആ ബോഡി ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ആ ബോഡി എവിടേക്ക് എത്തി? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് അത് എത്തിയേക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്ന് ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ പോയിട്ട് എവിടേക്ക് എത്തി? ബിയിലേക്ക് എത്തി. തുടങ്ങിയ പോയിന്റ് x1 y1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉള്ള പോയിന്റ് ആണ്. അവസാനിക്കുന്ന പോയിന്റ് x2 y2 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉള്ള പോയിന്റ് ആണ്. ഇത്രയും കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. എങ്കിൽ മക്കൾ എനിക്കൊരു കാര്യം പറയണം. എ എന്ന് പറയുന്ന പോയിന്റ്, ബാക്കിയൊക്കെ മറന്നേക്ക്. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ ഇവിടെ? എക്ക് ഒരു പൊസിഷൻ വെക്ടർ വേണം. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ എയിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ്. അതുപോലെ സംഭവം ഉണ്ടോ? അപ്പോൾ ഒറിജിൻ എന്ത് ചെയ്യുക? എയിലേക്ക് ഒരു വെക്ടർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അതാണ് എയുടെ പൊസിഷൻ വെക്ടർ. നമുക്കതിന് പേരിടാം. ദറ്റ് ഈസ് ആർ ഐ വെക്ടർ എന്ന് വിളിക്കുന്നു. എന്ത്? ആർ ഐ വെക്ടർ. എന്താ ഞാൻ ആർ ഐ വെക്ടർ എന്ന് പറഞ്ഞാൽ? ഇത് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദറ്റ് ബോഡിയാണ്. ഇത് ഫൈനലി അത് എത്തിച്ചേരുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഇത് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് കാണിക്കാൻ വേണ്ടി ആർ ഐ വെക്ടർ എന്ന് കിട്ടും. ആ ആർ ഐ വെക്ടർ എത്രയാണെന്ന് നമുക്ക് കാര്യം ചെയ്യാം. ദാറ്റ് ഈസ് ആർ ഐ വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് എക്സും വൈയും ആയിരുന്നെങ്കിൽ ആർ വെക്ടർ ഇക്വൽ ടു എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് എഴുതാൻ നിങ്ങൾ ഒരു മടിയും കാണിച്ചിട്ടില്ല എങ്കിൽ, ഈ പോയിന്റ് 2ഉം 3ഉം ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ ആർ വെക്ടർ ഇക്വൽ ടു 2 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ് എന്ന് എഴുതാൻ മടി കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എയുടെ പൊസിഷൻ വെക്ടർ നിങ്ങൾ പറഞ്ഞുതരും. ബോധത്തോടു കൂടിയാണ് കേൾക്കണമെങ്കിൽ നിങ്ങൾ പറയും. അതിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? x1ഉം y1ഉം. എങ്കിൽ പറയടാ ആർ ഐ വെക്ടർ എന്ന് പറയുമ്പോൾ
x1 i cap പ്ലസ് y1 അല്ലേ y കോർഡിനേറ്റ്, അപ്പോൾ y1 j cap. ഇതായിരിക്കില്ലേ ആർ ഐ വെക്ടർ എന്ന് പറഞ്ഞാൽ. ഒന്നും ചെയ്തിട്ടില്ല. എക്സും വൈ ആണ് കോർഡിനേറ്റ് എങ്കിൽ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്പ് ആണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ x1 ഉം y1 ആണ് കോർഡിനേറ്റ്സ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, x1 i cap പ്ലസ് y1 j cap ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പോയിന്റ്. ഇനി അത് വിടെ അവസാനം ഇത് ഇനീഷ്യൽ പോയിന്റ് ആണ്, തുടങ്ങുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇത് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് പറയും. ഇനി മക്കളെ അവസാനത്തിൽ ചേരുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ പറ, ഫൈനൽ പൊസിഷൻ വെക്ടർ പറയാ. ഫൈനൽ പൊസിഷൻ വെക്ടർ എന്ന് പറയാം ഫൈനൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പോൾ ഒറിജിൻ ആ പോയിന്റിൽ ഒറിജിൻ ആ പോയിന്റിലേക്ക് ഒരു വെക്ടർ വരയ്ക്കണം. ഒറിജിൻ ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ നമുക്കത് ഫൈനൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയതുകൊണ്ട് ഫൈനൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കാണിക്കാൻ വേണ്ടി ഞാൻ ആർ എഫ് വെക്ടർ എന്ന് കൊടുക്കുന്നു. ഇനി ഇന്ന കാത്ത് കണ്ട ഇവിടെ പോരട്ടെ, ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ എഫ് വെക്ടർ സിക്കുള്ളൂ പോരട്ടെടാ. ആർ എഫ് വെക്ടർ സിക്കുള്ളൂ അതിന്റെ കോർഡിനേറ്റ്സ് x2 y2 ആണെങ്കിൽ ഉണരു മക്കളെ പറയടാ, x2 i cap പ്ലസ് y2 j cap അല്ലേ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയണേ. x2 y2 ആണ് കോർഡിനേറ്റ്സ്, അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ കളി, പ്രശ്നം തീർന്നു. ഇനി ബാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടെ എനിക്ക് പറഞ്ഞാൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ ബോഡി മൂവ് ചെയ്തത്. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് x1 y1 ആണ്, ഫൈനൽ പോയിന്റ് x2 y2 ആണ്. ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആർ ഐ വെക്ടർ ആണ്, ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ എഫ് വെക്ടറും ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മാർക്ക് ചെയ്താലോ. എ എന്ന് ബിയിലേക്ക് ഈ പാത്തിലൂടെയാണ് പോയതെങ്കിലും എ എന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത് ആണ്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അപ്പൊ അതിന് ഡയറക്ഷൻ വേണം. എങ്ങനത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക, ഇനീഷ്യൽ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ ബോഡി പോയത് എങ്കിൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കായിരിക്കും എന്തിന്റെ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ടാണ് പോകണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ആരോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ ആർ വെക്ടർ. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ ആർ വെക്ടർ. ദൈവമേ, എ എന്ന് ബിയിലേക്ക് എത്തുക ചെയ്തത് പാർട്ടികള്. ഇപ്പൊ എയുടെ പൊസിഷൻ വെക്ടർ ബിയുടെ പൊസിഷൻ വെക്ടർ വരച്ചു. എ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ് എങ്കിൽ ഇത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അങ്ങോട്ട് ഡയറക്ഷൻ കൊടുത്തു, കാരണം എ എന്ന് ബിയിലേക്കാണ് പോണത്. നമ്മൾ എന്ത് കാണാനാണ് ഇറങ്ങി പുറപ്പെട്ടെ, ഈ സാധനം കാണാനാണ് ഇറങ്ങി പുറപ്പെട്ടെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. പക്ഷെ ഇപ്പൊ നമ്മൾ വഴിയിൽ പൊസിഷൻ വെക്ടർ ഒക്കെ കണ്ടിങ്ങനെ ഇരുന്നു പോയി. ബാ നമുക്കൊരു കാര്യം ചെയ്യാം മക്കൾ, വളരെ കൃത്യമായിട്ട് ആരോടും പറയണ്ട. അങ്ങോട്ട് നോക്ക്, ആർ ഐ വെക്ടറിന്റെ തലയിലല്ലേ ഡെൽറ്റ ആർ വെക്ടറിന്റെ വാല് കിടക്കണേ. ആർ ഐ വെക്ടറിന്റെ തലയിലാണ് ഡെൽറ്റ ആർ വെക്ടറിന്റെ വാല്. അപ്പൊ ആർ ഐ വെക്ടറും ഡെൽറ്റ ആർ വെക്ടറും ഓർഡറിലാണ് വെച്ചേക്കണേ. ആർ എഫ് വെക്ടർ റിവേഴ്സ് ഓർഡറിലാണ് ആർ എഫ് വെക്ടർ കിടക്കണേ. നോക്കിക്കോ, കാരണം ആ ഡെൽറ്റ ആർ വെക്ടറിന്റെ തലയിലേക്കാണ് ആർ എഫ് വെക്ടറിന്റെ തല വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓർഡർ അല്ലല്ലോ, അത് റിവേഴ്സ് ഓർഡർ ആണ്. അപ്പൊ ആർ ഐ വെക്ടറും ഡെൽറ്റ ആർ വെക്ടറും ഓർഡറിൽ വെച്ചു, ആർ എഫ് വെക്ടർ റിവേഴ്സ് ഓർഡറിൽ വരച്ചു കഴിഞ്ഞാൽ എവിടെയോ എന്തോ കേട്ടതുപോലെ. ദാറ്റ് ഈസ് എ ട്രയാങ്കിൾ ഓഫ് വെക്ടറേഷൻ. ട്രയാങ്കിൾ ഓഫ് വെക്ടറേഷൻ ആർ ഐ വെക്ടറും ഡെൽറ്റ ആർ വെക്ടറും ടെയിൽസും ഹെഡും ഒരുമിച്ച് വെക്കുന്ന ഈ രൂപത്തിൽ വെക്കുകയാണെങ്കിൽ അത് ഓർഡറല്ല. എങ്കിൽ ഇത് റിവേഴ്സ് ഓർഡറിൽ വരച്ചാൽ അവിടെ റിസൾട്ടന്റ് ആർ എഫ് വെക്ടർ ആണ്, റിവേഴ്സ് ഓർഡറിൽ ഇരിക്കുന്ന ആള്. അപ്പൊ ഏതിനൊക്കെ ആഡ് ചെയ്തായിരിക്കും അത്, ആർ ഐയെയും ഡെൽറ്റ ആറിനെയും ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടറാണ് ഏതെന്നർത്ഥം ആർ എഫ് വെക്ടർ എന്നർത്ഥം. പക്ക ട്രയാങ്കിളോ, ഇതും കൂട്ടിയാൽ ഇത് കിട്ടും. ട്രയാങ്കിൾ ഓഫ് വെക്ടറേഷൻ വെച്ചിട്ട് ട്രയാങ്കിളോ അറിയാമെങ്കിലോ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ആർ എഫ് വെക്ടർ സിക്വൽ എന്തെന്ന് എഴുതാം, ആർ ഐ വെക്ടർ പ്ലസ് ഡെൽറ്റ ആർ വെക്ടർ എന്ന് എഴുതാം. പക്ഷെ നമ്മൾ ആർ എഫ് വെക്ടർ കാണാൻ അല്ലല്ലോ ഇറങ്ങി പുറപ്പെട്ടു. ആർ എഫ് വെക്ടർ നമുക്ക് അറിയാലോ, ഫൈനൽ പൊസിഷൻ വെക്ടർ. നമുക്ക് വേണ്ടത് ഡെൽറ്റ ആർ വെക്ടർ ആണ്. നിങ്ങൾ ഡെൽറ്റ ആർ വെക്ടർ അവിടെ വെച്ചോ. ഡെൽറ്റ ആർ വെക്ടർ സിക്വൽ ടു പോരട്ടെ, ഡെൽറ്റ ആർ വെക്ടർ സിക്വൽ ടു ആർ ഐ വെക്ടർ ഇങ്ങോട്ട് കൊണ്ടുവരി. അപ്പൊ ആർ എഫ് വെക്ടർ ഓൾറെഡി ഇവിടെ ഉണ്ട്, മൈനസ് ആർ ഐ വെക്ടർ. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡെൽറ്റ ആർ വെക്ടർ സിക്വൽ ടു ആർ എഫ് വെക്ടർ മൈനസ് ആർ ഐ വെക്ടർ. എന്താണ് ആർ എഫ് വെക്ടർ? ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. അതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. പണ്ടപ്പോൾ വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ സാറേ പഠിച്ചത്. വൺ ഡയമെൻഷനിൽ നിങ്ങൾ പഠിച്ചത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചിരുന്നു. അത് വൺ ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് ഇത് 2 ഡയമെൻഷണൽ മോഷൻ ആകുമ്പോൾ പൊസിഷനൊക്കെ മാറി പൊസിഷൻ വെക്ടേഴ്സ് ആകും. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നതിന് പകരം ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടാവുക. ഇതാണ് ഓർമ്മയിൽ ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ തർക്കമൊന്നുമില്ലല്ലോ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. കഴിഞ്ഞില്ല, പരിപാടി തുടരുന്നു. ബാ, നിങ്ങൾക്കറിയാം, ഇത്രയും എന്തായാലും മറക്കരുത്. ഇനി പറയണം കൃത്യമായിട്ട് കേട്ടോണേ. ഞാൻ ചോദിക്കട്ടെ, ആർ എഫ് വെക്ടർ മക്കൾക്ക് അറിയാം, ആർ ഐ വെക്ടർ മക്കൾക്ക് അറിയാം. ഇതാ അവിടെ നമ്മൾ കണ്ടുവച്ചേക്കണു. അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക?
ഡെൽറ്റ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ആർ എഫ് വെക്ടർ? ആർ എഫ് വെക്ടർ x2 i cap പ്ലസ് y2 j cap ആണ്. ദാറ്റ് ഈസ് x2 i cap പ്ലസ് y2 j cap മൈനസ് ആർ ഐ വെക്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് x1 i cap പ്ലസ് y1 j cap ആണ്. സബ്ട്രാക്ട് ചെയ്യും. ഐ ക്യാപ്പിൻ്റെ ടേംസ് സബ്ട്രാക്ട് ചെയ്യാം, ജെ ക്യാപ്പിൻ്റെ ടേംസ് സബ്ട്രാക്ട് ചെയ്തോളൂ. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു പോരട്ടെ x2 i cap പ്ലസ് y2 j cap മൈനസ് x1 i cap മൈനസ് y1 j cap അത് വരാം. ഞാൻ ഐ ക്യാപ്പിൻ്റെ ടേംസ് ഒരുമിച്ച് സബ്ട്രാക്ട് ചെയ്യണം. x2 i cap മൈനസ് x1 i cap പ്ലസ് y2 j cap മൈനസ് y1 j cap അങ്ങനല്ലേ ഉണ്ടാവുക. ഇതിൽ രണ്ടിൽ ഐ ക്യാപ്പ് കോമൺ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ വെക്ടർ ഇസ് ഈക്വൽ ഐ ക്യാപ്പ് പുറത്തെടുക്കുക. അപ്പോൾ x2 മൈനസ് x1 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ജെ ക്യാപ്പ് ഇങ്ങനല്ലേ ഡെൽറ്റ ആർ വെക്ടർ വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു x2 i cap മൈനസ് എന്താ വന്നത് x2 i cap x2 മൈനസ് x1 i cap പ്ലസ് y2 മൈനസ് y1 j cap. അതിൽ തർക്കമല്ലോ വിട്ടല്ലേ, അത്രയും കാര്യങ്ങളായില്ലേ. ഇനി നോക്ക്, ഇത് നിങ്ങൾക്കറിയാം x2 മൈനസ് x1 എന്താണെന്ന് നിങ്ങൾക്കറിയാം, y2 മൈനസ് y1 എന്താണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിൽക്കട്ടെ, ഞാൻ x2 മൈനസ് x1നെ എങ്ങനെ എഴുതുന്നു അറിയോ? ഇപ്പോൾ ഡെൽറ്റ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു x2 മൈനസ് x1നെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നു. എക്സിലെ ചേഞ്ച് ഫൈനൽ എക്സ് പൊസിഷൻ മൈനസ് ഇനീഷ്യൽ എക്സ് പൊസിഷൻ. ഇത് ഫൈനൽ വൈ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ വൈ പൊസിഷൻ. അപ്പോൾ ഞാൻ x2 മൈനസ് x1നെ വെറുതെ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് y2 മൈനസ് y1നെ ഡെൽറ്റ വൈ ജെ ക്യാപ്പ് എന്നും എഴുതാം. y2 മൈനസ് y1നെ ഡെൽറ്റ വൈ. ഇനി ഇങ്ങോട്ട് വാ, ഈ ചിത്രത്തിലേക്ക് വാ. ഇതിൻ്റെ കോർഡിനേറ്റ്സ് x1ഉം y1ഉം ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് അല്ലേ x1 എന്ന് പറയണത്, ഈ ഡിസ്റ്റൻസ് അല്ലേ y1 എന്ന് പറയണതാ ഇത്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് x2 y2 ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് x2. ഒറിജിൻ മുതൽ അവിടം വരെയുള്ള ഡിസ്റ്റൻസ് y2 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയണേ എങ്കിൽ ഞാനൊരു കാര്യം പറയാണ് കേട്ടതാ. ഈ ഡിസ്റ്റൻസ് ഇല്ലടാ, ഈ ഡിസ്റ്റൻസ് ഇതല്ലേ x2ൽ നിന്ന് x1 കുറച്ചാൽ കിട്ടുക. ഇതാണ് നമ്മുടെ ഡെൽറ്റ എക്സ്, x2 മൈനസ് x1 ഈ ലെങ്ത് മഞ്ഞ. അതേപോലെ y2 നിന്ന് y1 കുറച്ചാൽ കിട്ടുന്ന ലെങ്ത് ഇതാണ്, ദാറ്റ് ഈസ് നമ്മുടെ ഡെൽറ്റ വൈ എന്ന് പറയുന്ന സാധനം. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് അറിയാനുണ്ട്. ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വെക്ടറാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക, അങ്ങോട്ട് ഒരു വെക്ടർ. അപ്പോൾ ഇത് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് ആയി. ഡെൽറ്റ വൈ ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈ ലെങ്ത് ഇതാണ്, അപ്പോൾ അങ്ങോട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുക, അപ്പോൾ ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ആയത്. ഇനി വളരെ കൃത്യമായിട്ട് ഒരു കാര്യം ആലോചിക്കുക, ഡെൽറ്റ എക്സ് ഐ ക്യാപ്പിൻ്റെയും ഡെൽറ്റ വൈ ജെ ക്യാപ്പിൻ്റെയും സമ്മാണ് ഡെൽറ്റ ആർ വെക്ടർ. സത്യമാണോ നോക്കി, ഈ ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് നോക്കി, ഇവിടെ ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കി, രണ്ടിനും ടെയിൽസ് ഒരുമിച്ച് വരും. ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് ഇവിടെ എങ്ങനെ കിടക്കും, അങ്ങോട്ട്. ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ഇവിടെ എങ്ങനെ കിടക്കും. അതിൻ്റെ രണ്ടിനെയും പാരലഗ്രാം വരച്ച് അതിൻ്റെ റിസൾട്ടൻ്റ് അല്ലേ ഡെൽറ്റ ആർ. അതിനല്ല ഇക്വേഷനും പറയണേ. ഞാനിത് ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇവിടം വരെ എത്തിച്ചാൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇവിടം വരെ നമ്മൾ ഡെൽറ്റ ആർ വെക്ടർ ഇക്വൽ x2 മൈനസ് x1 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ജെ ക്യാപ്പ് വരെ എത്തിച്ചു. അത് x2 മൈനസ് x1 തന്നെ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു, y2 മൈനസ് y1 തന്നെ ഡെൽറ്റ വൈ എന്ന് കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, x2 മൈനസ് x1 എക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. കാരണം ഫൈനൽ എക്സ് പൊസിഷൻ x2 ആണ്, ഇനീഷ്യൽ എക്സ് പൊസിഷൻ x1 ആണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എക്സ് ആക്സിസിൽ ഈ ബോഡിയുടെ പൊസിഷൻ x1ലായിരിക്കണേ. അവസാനിച്ച സമയത്ത് എക്സ് ആക്സിസിൽ ആ ബോഡിയുടെ പൊസിഷൻ x2ലാണ് ഇരിക്കുന്നത്. എങ്കിൽ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ x2 മൈനസ് x1. തുടങ്ങുമ്പോൾ y ആക്സിസിൽ y1 എന്ന് പറയുന്ന പോയിന്റിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അവസാനിക്കുമ്പോൾ y ആക്സിസിൽ y2 എന്ന് പറയുന്ന പോയിന്റിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. എങ്കിൽ y ആക്സിസിലൂടെ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് y2 മൈനസ് y1. എങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. x2 മൈനസ് x1 എക്സ് ആക്സിസിലൂടെ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റും y2 മൈനസ് y1 y ആക്സിസിലൂടെ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റുമാണ്. എങ്കിൽ ഈ എക്സ് ആക്സിസിലൂടെയുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെയും y ആക്സിസിലൂടെയുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെയും സമ്മാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല ഈ ഇക്വേഷൻ പറയുന്നത്. ഒന്നുകൂടെ പറയും, എക്സ് ആക്സിസിലൂടെ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് x2 മൈനസ് x1 ഇൻറ്റു ഐ ക്യാപ്പ്. അത് x2 മൈനസ് x1 എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് എക്സിൽ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ വൈയിൽ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് y2 മൈനസ് y1 ഈ ഡിസ്പ്ലേസ്മെന്റ്. എന്നിട്ട് നോക്ക്, x2 മൈനസ് x1 ഐ ക്യാപ്പിന്റെയും y2 മൈനസ് y1 ജെ ക്യാപ്പിന്റെയും കൂടെ സമ്മ് ഡെൽറ്റ ആർ വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ എക്സിലൂടെ മാത്രമുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെയും വൈയിലൂടെ മാത്രമുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് രണ്ടുകൂടെ കൂട്ടിയാൽ
ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ കിട്ടും എങ്കിൽ ഡെൽറ്റ ആർ പ്ലെയിനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഒരു 1 ഡയമെൻഷണൽ ഡിസ്പ്ലേസ്മെന്റിന്റെയും വേറൊരു 1 ഡയമെൻഷണൽ ഡിസ്പ്ലേസ്മെന്റിന്റെയും സമ്മാണെന്നല്ലേ ആ ഇക്വേഷൻ പറയണേ. ഒന്നുകൂടെ, എക്സ് ആക്സിലൂടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ്, വൈ ആക്സിലൂടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ ഡെൽറ്റ ആർ കിട്ടുമെങ്കിൽ ഇതൊരു പ്ലെയിനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ പ്ലെയിനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഒരു 1 ഡയമെൻഷണൽ ഡിസ്പ്ലേസ്മെന്റിന്റെയും വേറൊരു 1 ഡയമെൻഷണൽ ഇത് 1 ഡയമെൻഷണൽ ഡിസ്പ്ലേസ്മെന്റ് അറിയുന്ന എക്സിലൂടെ മാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതല്ലേ 1 ഡയമെൻഷണൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിലെ ഡിസ്പ്ലേസ്മെന്റ്. ഇത് എക്സ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ്. വൈ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ്. അത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് പ്ലെയിനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നുവെങ്കിൽ മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ ആ പറയുന്ന വേർഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു എന്നർത്ഥം. അല്ലെങ്കിൽ മോഷൻ ഇൻ പ്ലെയിനിൽ 2 ഡയറക്ഷനിൽ ഒരേ സമയം ഡിസ്പ്ലേസ്മെന്റ് നടക്കും. അതായത് എ എന്ന് ബിയിലേക്ക് പാർട്ടിക്കിൾ പോകുമ്പോൾ ആ പാർട്ടിക്കിളിന് എക്സിലൂടെ x1 നിന്ന് x2ലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, വൈയിലൂടെ y1 നിന്ന് y2ലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. എക്സിൽ മാത്രമല്ലല്ലോ ആ പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. കാരണം x1 y1 നിന്ന് x2 y2ലേക്ക് പോയെങ്കിൽ x1 നിന്ന് x2ലേക്ക് മാറി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എക്സിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, എക്സിൽ മാത്രം ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. y1 നിന്ന് y2ലേക്ക് പോകുമ്പോൾ വൈയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. എങ്കിൽ എക്സിലെ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെയും വൈയിലെ ഡിസ്പ്ലേസ്മെന്റിന്റെയും സമ്മാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ പ്ലെയിനിലെ മോഷൻ ശരിക്കും 2 1 ഡയമെൻഷണൽ മോഷനുകളുടെ കോമ്പിനേഷൻ ആണ്. ഒരു ഹൊറിസോണ്ടൽ മോഷന്റെയും ഒരു വെർട്ടിക്കൽ മോഷന്റെയും. അത് വളരെ കൃത്യമാണ് ഈ ഇക്വേഷന്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് x2 - x1, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് y2 - y1 എങ്കിൽ അതിന്റെ രണ്ടിനെയും കോമ്പിനേഷൻ ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതന്നെ എനിക്ക് പറയാനല്ലേ, 2 ഡയമെൻഷണൽ മോഷനിൽ എപ്പോഴും 2 ടൈപ്പ് മോഷൻസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. 2 ടൈപ്പ് 1 ഡയമെൻഷണൽ മോഷനുകളുടെ കോമ്പിനേഷൻ ആണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു 1 ഡയമെൻഷണൽ മോഷന്റെയും വേറൊരു 1 ഡയമെൻഷണൽ മോഷന്റെയും കോമ്പിനേഷൻ ആണ് 2 ഡയമെൻഷണൽ മോഷൻ. അത് ഇക്വേഷൻ പറയുന്നു, ചിത്രം പറയുന്നു, ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണ് കിട്ടിയത്. എല്ലാവർക്കും തർക്കമൊന്നുമില്ലല്ലോ. ആ ഡിസ്പ്ലേസ്മെന്റ് 2 ടൈപ്പ് മോഷൻസിന്റെ കോമ്പിനേഷൻ ആണ്. എക്സിലൂടെ മോഷന്റെ കോമ്പിനേഷനെയും വൈയിലൂടെയുള്ള മോഷന്റെ കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് എന്ന ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതിയെന്ന് മാത്രം വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ മക്കൾ താഴെ എഴുതുക. ആദ്യം മോഷൻ ഇൻ ഹെഡിങ് കൊടുക്കുക. മോഷൻ ഇൻ എ പ്ലെയിൻ ഓർ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് കൊടുക്കുക. ഫസ്റ്റ് സൈഡ് ഹെഡിങ് അതിനകത്ത് പൊസിഷൻ വെക്ടർ എന്നായിരുന്നു. പൊസിഷൻ വെക്ടർ എന്നിട്ട് ഇങ്ങനെ എഴുതി താഴെ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ഇൻ എ പ്ലെയിൻ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ്. എന്നിട്ട് ഈ ചിത്രം ഒന്ന് വരയ്ക്കാം. ഫ്രം ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് P, r വെക്ടർ is equal to xi cap plus yj cap. അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് കൊടുക്കും. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എല്ലാം കൂടെ കണ്ട് ബേജാറാവരുതേ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്നിട്ട് താഴെ എങ്ങനെ ചെയ്താ ലെറ്റ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ xy പ്ലെയിൻ ഫ്രം A to B along the path as shown in the figure. Then Ri vector is the initial position vector, Rf vector is the final position vector, and delta R vector is the displacement vector. താഴെ the initial position vector Ri vector is equal to this, final position vector Rf vector is equal to this. Therefore, by triangle of vector addition from the figure, Rf vector is equal to Ri vector plus delta R vector. Therefore, delta R vector, the displacement vector, equal to Rf vector minus Ri vector. That is the dialogue. The displacement vector is equal to final position vector minus initial position vector. Okay. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവുക. That is delta R vector is equal to Rf vector minus Ri vector. താഴെ എഴുതാൻ ഇനി ഒരു പോയിന്റ് ആയിട്ട് തന്നെ ബട്ട് Ri vector ഇത് Rf vector ഇത് ഒന്നുകൂടി ഒന്ന് എഴുതി Ri vector എഴുതാം Rf vector എഴുതാം. Therefore delta R vector ഇങ്ങനെ എഴുതാം. From the above equation, it is clear that the displacement has two components. A horizontal component delta x I cap and a vertical component delta y j cap. Thus we can say that
the motion in a plane is actually the combination of two one-dimensional motions. One is along the horizontal direction and the other one is along the vertical direction. തർക്കമൊന്നുമില്ലല്ലോ? ശരി, അത്രയും കാര്യങ്ങൾ എഴുതി വെച്ചേരെ. നമ്മൾ അതിൻ്റെ ബാക്കി കളികളിലോട്ടാണ് പോകുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ മക്കളെ, ഞാനൊരു കാര്യം ചെയ്യാണ്. നിങ്ങൾ ഇപ്പം മാത്രമേ ഞാൻ ചിത്രം വരയ്ക്കാം, അല്ലേ വേണ്ട? ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ബോഡി ഇസ് മൂവിങ് in xy plane from a point 2, 3 to a point 4, 5. Find the displacement vector. Find the displacement vector. രണ്ട് രൂപത്തിൽ അത് കാണാം. മക്കൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി. ഇത് ബോഡി എവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകണത്? 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 4, 5 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനത് വരയ്ക്കുന്നു. നോക്ക്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പോൾ 2, 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് വിചാരിക്കും. അപ്പോൾ 4, 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? ആദ്യം ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ വരയ്ക്കുക, അല്ലെങ്കിൽ അത് പറയാം. അപ്പോൾ RI വെക്ടർ എന്താണെന്ന് പറയും? 2 ഉം 3 ആണ് കോർഡിനേറ്റ്സ് എങ്കിൽ 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് അല്ലടാ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ വരിക, RI വെക്ടർ. RF വെക്ടർ എന്താ വരിക? RF വെക്ടർ എന്ന് പറയുന്ന ഫൈനൽ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ 4, 5 ആണെങ്കിൽ 4i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ്, x2i ക്യാപ്പ് പ്ലസ് y2j ക്യാപ്പ് പോലെ. ഫൈനൽ പൊസിഷൻ വെക്ടർ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ അറിയാമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കാണണമെങ്കിൽ ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ചെയ്താൽ മതി. ഫൈനൽ പൊസിഷൻ വെക്ടർ എത്രയാണ്? 4i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ എത്രയാണ്? 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. കുറച്ചോ? ഐ ക്യാപ്പിൻ്റെ ടേംസ് കുറയ്ക്കാം, ജെ ക്യാപ്പിൻ്റെ ടേംസും കുറയ്ക്കാം. 4iയിൽ നിന്ന് 4i പ്ലസ് 5j മൈനസ് 2i മൈനസ് 3j, ഇങ്ങനല്ലേ വരിക? 4i മൈനസ് 2i, 4i മൈനസ് 2i എത്ര വരിക? 2i പ്ലസ് 5j മൈനസ് 3j, that is 2j. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇത്രേ പണിയുള്ളൂ അറിയാമെങ്കിൽ. ഈ ഡിസ്പ്ലേസ്മെന്റിന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് 2i ക്യാപ്പും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് 2j ക്യാപ്പും. ആ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ എങ്ങനെ മനസ്സിലാവണം? ഐ ക്യാപ്പ് കണ്ടാൽ മനസ്സിലായിക്കൂടെ അത് ഹൊറിസോണ്ടൽ ആണെന്ന്, ജെ ക്യാപ്പ് കണ്ടാൽ മനസ്സിലാക്കാം അത് വെർട്ടിക്കൽ ആണെന്ന്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് 2 കമ്പോണന്റ് 2 ടൈപ്പ് മോഷൻസിൻ്റെ കോമ്പിനേഷൻ ആണൊക്കെ നേരത്തെ പറഞ്ഞ എന്താണ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇത്രയും കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അങ്ങനെ ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓരോ പോയിന്റുകൾ വന്നാൽ വരയ്ക്കാൻ നിൽക്കരുത്, നേരെ RI RFഉം ഈ പോയിന്റുകൾ നോക്കിയിട്ട് RI RF എഴുതുക, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നേരിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാം. തർക്കമൊന്നുമില്ലല്ലോ? ശരി, ഇനി നോക്കിക്കോ. ഞാൻ ഒരു ഡിസ്പ്ലേസ്മെന്റ് അത് ചെയ്ത് വെക്കണേ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, നേരത്തെ ചിത്രത്തിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്തായിരുന്നു? ഡെൽറ്റ ആർ വെക്ടർ. ജനറൽ ഇക്വേഷൻ ഡെൽറ്റ ആർ വെക്ടർ ഇക്വൽ ടു ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ്, ഇങ്ങനെ അല്ലായിരുന്നു കിട്ടിയിരുന്നത്. ഇതിനകത്തൊന്ന് 1-2 കാര്യങ്ങളോട് ചെയ്യാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വെച്ചിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുമോ? എനിക്ക് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് വരയ്ക്കണമെങ്കിൽ ഞാനത് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഐ ക്യാപ്പ് ആണ്, ഐ ക്യാപ്പ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുക. അപ്പോൾ ഡെൽറ്റ എക്സ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു ലൈൻ, അതിന് ഡയറക്ഷൻ ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ്. അതേപോലെ ഡെൽറ്റ വൈ ജെ ക്യാപ്പ് വരച്ചൂടെ? ഡെൽറ്റ വൈ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ലൈൻ, അതിന് ഡയറക്ഷൻ വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. അതാണ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടറോടെ വരച്ചു. ഈ ലെങ്ത്ത് ഡെൽറ്റ എക്സ് ആണ്. ഇത് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടറോടെ വരച്ചു, അതിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ വൈ ആണ്. ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? ഡെൽറ്റ എക്സ് ഐ ക്യാപ്പും ഡെൽറ്റ വൈ ജെ ക്യാപ്പും കൂട്ടിയ ഡെൽറ്റ ആർ കിട്ടും. കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം, ഞാൻ ഒരുമിച്ച് വരച്ച് കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂട്ടാൻ എന്താ മാർഗം? 2 വെക്ടേഴ്സിൻ്റെ ടെയിൽസ് ഒരുമിച്ചാണ് കിടക്കണേ, ആഡ് ചെയ്തൂടെ? പാരലോഗ്രാം ഉണ്ടാക്കുക. അപ്പോൾ ഇതായിരിക്കില്ലേ റിസൾട്ടൻ്റ്? ആ റിസൾട്ടൻ്റ് എന്താ? ഡെൽറ്റ എക്സ് ഐ ക്യാപ്പിൻ്റെയും ഡെൽറ്റ വൈ ജെ ക്യാപ്പിൻ്റെയും സമ്മ. ഡെൽറ്റ എക്സ് ഐ ക്യാപ്പിൻ്റെയും ഡെൽറ്റ വൈ ജെ ക്യാപ്പിൻ്റെയും സമ്മ എന്ന് പറയുന്നത് ഡെൽറ്റ ആർ വെക്ടറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ഡെൽറ്റ ആർ വെക്ടർ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഒരു ചിത്രങ്ങൾ വരച്ചാൽ. ഈ ഇക്വേഷൻ നോക്കിയാൽ ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് വരയ്ക്കാൻ നമുക്ക് കഴിയും. കാരണം എന്താ വെച്ചാൽ ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ വരും നിങ്ങൾക്ക് അറിയാം, കാരണം ഐ ക്യാപ്പാണ് എൻ്റെ കൂടെ ഉള്ളതേ.
ഡെൽറ്റ വൈ ജെ ക്യാപ്പ് വൈ ആക്സിൻ്റെ ഡയറക്ഷനിലേ വരുള്ളൂ. അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഡെൽറ്റ ആർ കിട്ടുന്നുള്ള ഇക്വേഷൻ വ്യക്തമാണ്. നമ്മളത് പാരലഗ്രാമിൽ വെച്ചിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ആർ എൻ്റെ റിസൾട്ടിന് കിട്ടി. എനിക്ക് ഡെൽറ്റ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല പേടിക്കരുത് കേട്ടോ, പേടിക്കരുത്. നോക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡെൽറ്റ ആർ വെക്ടർ സിക്കുള്ള ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്. അപ്പോൾ അല്ലേ ഡെൽറ്റ എക്സ് ഐ ക്യാപിന് ഡെൽറ്റ വൈ ജെ ക്യാപിന് റിസൾട്ടനാണ് ഡെൽറ്റ ആർ. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ രണ്ടും പെർപെൻഡിക്കുലർ അല്ലടാ. അല്ല ഈ ഇക്വേഷനിൽ നോക്കിയാൽ പോലെ എ വെക്ടർ സിക്വൽ ടു എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് ഫോമുല അല്ലേ അത്. അപ്പോൾ എയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. അതേപോലെ ഡെൽറ്റ ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ഐ ക്യാപ്പിൻ്റെ കൂടെയുള്ള ആളെ സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിൻ്റെ കൂടെയുള്ള ആൾ. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സിൻ്റെ സ്ഥാനത്ത് ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. എ വെക്ടർ സിക്വൽ എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് എന്ന് എഴുതുമ്പോഴാണ് ഡെൽറ്റ ആർ വെക്ടർ സിക്വൽ ദിസ്. അല്ല ഈ ചിത്രത്തിൽ നോക്കിയാലും മതി. റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എയുടെ സ്ഥാനത്ത് ഡെൽറ്റ എക്സ്, ബിയുടെ സ്ഥാനത്ത് ഡെൽറ്റ വൈ. ഒന്നുമില്ല, ഡെൽറ്റ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഡെൽറ്റ എക്സ് എന്തായിരുന്നു? ഫൈനൽ എക്സ്പോസിഷൻ മൈനസ് ഇനീഷ്യൽ എക്സ്പോസിഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ എന്തായിരുന്നു? y2 മൈനസ് y1 ആയിരുന്നു ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയും പറയാം ഡെൽറ്റ ആർ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡായി. എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കണ്ടാൽ മതി. ഡെൽറ്റ എക്സ് ഐ ക്യാപ്പുമായിട്ട് ഹൊറിസോണ്ടലുമായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ. ടാൻ ആൽഫ കാണാം നമുക്ക്. ടാൻ ആൽഫ സിക്കുള്ളൂ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്ത്, ഈ സൈഡിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ ഈ സൈഡിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആണ്, പാരലഗ്രാമാണ്. ഈ സൈഡിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ വൈ അല്ലടാ, അപ്പോൾ ഇതും ഡെൽറ്റ വൈ. ഈ സൈഡിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ലെങ്ത്ത് ബൈ അഡ്ജസൻറ്റ് സൈഡ് ലെങ്ത്ത്. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ടാൻ ആൽഫ. ഓർ ടാൻ ആൽഫ സിക്വൽ ടു നമുക്കെന്ന് പറയാം ഡെൽറ്റ വൈ എന്തായിരുന്നു? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് x2 മൈനസ് x1. ഇത് വെച്ച് ടാൻ ആൽഫ കാണാം. ടാൻ ആൽഫ കിട്ടിയാൽ അതിനകത്ത് ആൽഫ കാണേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇത്രയും ചെയ്യാണ്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, മറ്റേ ടോപ്പിക്കിൻ്റെ കൂടെ. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വായിച്ചിട്ട് എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കാണാൻ അറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടിയാൽ അത് വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ അറിയാം, ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനും അറിയാം. ഇനി ഞാൻ പറയണത് ശരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ് കേൾക്ക്. ഒരു പാർട്ടിക്കിൾ, ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഫ്രം 1 2 2 4 5 1 2 2 ഒരു സെക്കൻഡ് 4 6 ഒരു പാർട്ടിക്കിൾ 1 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 4 6 എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഫൈൻഡ് ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, രണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, മൂന്ന് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോളി, ഞാൻ നിരപരാധിയാണ്. കണ്ടോളി മക്കളിതൊന്ന് എഴുതിയെടുക്കണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതാം, എന്നിട്ട് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതിയിട്ട് അങ്ങ് എഴുതിയെടുത്തോ. ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിക്കോ. ബോഡി ഈസ് ട്രാവലിംഗ് ഫ്രം എ പോയിന്റ് 1 2 to a point 4 6 in xy plane. Then find displacement vector, magnitude of displacement vector and direction of displacement vector. നമ്മൾ കളി തുടങ്ങുകയാണ്. ഇനി വരയും കുറിയൊന്നുമില്ല. ഏത് പോയിന്റിൽ നിന്നാണ് പോയത്? ഇപ്പം ഇനീഷ്യൽ പൊസിഷൻ ഏതാ? വേഗം പറയും. ഇനീഷ്യൽ പൊസിഷൻ ഏതാ? സമയമല്ല, വേഗം പറയും. ഇനീഷ്യൽ പൊസിഷൻ ഏതാടാ? 1 2 അല്ലേ? എങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ഏതാ? ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ദാറ്റ് ഈസ് ആർ ഐ വെക്ടർ നമ്മൾ എഴുതും. ആർ ഐ വെക്ടർ സിക്വൽ ടു ഇത് x1 y1 ഫോം അല്ലേ? എനിക്ക് പോരട്ടെ. x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ് ദാറ്റ് ഈസ് 1 i ക്യാപ് പ്ലസ് 2 j ക്യാപ് ദാറ്റ് ഈസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. ഫൈനൽ പൊസിഷൻ ഏതാ? ഫൈനൽ പൊസിഷൻ ഏതാ? എവിടെയൊക്കെ പോണത്? 4 6ലേക്കാണ്. ഫൈനൽ പൊസിഷൻ 4 6 ആണ്. എങ്കിൽ ഫൈനൽ പൊസിഷൻ വെക്ടർ ഏതാ? ആർ എഫ് വെക്ടർ സിക്വൽ പോരട്ടെ. ഇത് x2, ഇത് y2 പോരട്ടെ. അപ്പോൾ ആർ എഫ് വെക്ടർ സിക്വൽ 4 i ക്യാപ് പ്ലസ് 6 j ക്യാപ്. ഇതല്ലേ ഫൈനൽ പൊസിഷൻ വെക്ടർ.
എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാലോ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങനെ ചെയ്യാം? ഡെൽറ്റ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു പറയട്ടെ ആർ എഫ് വെക്ടർ മൈനസ് ആർ ഐ വെക്ടർ. ആർ എഫ് വെക്ടർ എത്രയാ? 4i ക്യാപ് പ്ലസ് 6j ക്യാപ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ 1i ക്യാപ് പ്ലസ് 2j ക്യാപ്. സബ്ട്രാക്ട് ചെയ്യും. 4iയിൽ നിന്ന് 1i കുറയ്ക്കി, ദറ്റ് ഇസ് 3i. 6jയിൽ നിന്ന് 2j കുറയ്ക്കി, ദറ്റ് ഇസ് 4j ക്യാപ്. ദറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡെൽറ്റ ആർ വെക്ടർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി എന്താ വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വേണം. വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വേണ്ടടാ. വാ നമ്മൾ ചെയ്യാലോ, എന്തിനാ പേടിക്കണേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം? ഇത് x1 y1, ഇത് x2 y2. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നേരിട്ട് കാണാം, അല്ല ഇതിനകത്തൊന്നും കാണാം. ഇത് വെക്ടർ കിട്ടിയാൽ ഇത് എ വെക്ടർ ഇക്വൽ ടു ax i ക്യാപ് പ്ലസ് ay j ക്യാപ് ഫോമാണ്. നേരിട്ട് കണ്ടാൽ മതി. വേണ്ട, നിങ്ങൾ പഠിച്ച പോലെ ചെയ്തോ. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എന്നല്ലേ നമ്മൾ പഠിച്ച മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ പോരെ, കൊടു x2 എത്രയാ? 4 മൈനസ് x1 എത്രയാ? 1. 4 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എത്രയാ? 6. y1 എത്രയാ? 2. ദറ്റ് ഇസ് 6 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ദറ്റ് ഇസ് റൂട്ട് 4 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ദ സ്ക്വയർ പ്ലസ് 6 മൈനസ് 2 4 ദ സ്ക്വയർ. That is root of 9 plus 16. That is equal to root 25. That is equal to 5 meter. That is the displacement vector magnitude. 5 meter. അതിങ്ങനെ ചെയ്യാം, നമ്മൾ പഠിച്ച പോലെ ചെയ്യാം. ഇനി അല്ലേ ഇവിടുന്ന് നോക്ക്, ഇത് ax i ക്യാപ് പ്ലസ് ay j ക്യാപ് ഫോം ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ax സ്ക്വയർ പ്ലസ് ay സ്ക്വയർ എടുത്തിട്ട് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇവിടുന്നും കാണാമായിരുന്നു. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നമ്മൾ പഠിച്ചോണം ചെയ്യുകയാണെങ്കിൽ കൊള്ളാവുമെന്ന് ഉറപ്പാണെങ്കിൽ അങ്ങനെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. മൂന്നാമത്തത് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് tan ആൽഫ ഈക്വൽ ടു x2 മൈനസ് എന്തായിരുന്നു ഇക്വേഷൻ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. y2 എന്തുവാ? y2 അവിടെ പോയി 6 മൈനസ് 2 അല്ലേ? 6 മൈനസ് 2 ബൈ x2 മൈനസ് x1 4 മൈനസ് 1 ദറ്റ് ഈസ് 4 by 3. That is tan alpha is equal to 4 by 3 or alpha is equal to tan raised to minus 1 4 by 3. കാൽക്കുലേറ്ററിൽ കുത്തി വെക്കുക ആൽഫ എത്രയാണ് വരുന്നത്, അതാണ് ആംഗിൾ. എന്നിട്ട് നമ്മൾ പറയും ദറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ ആർ വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ചെരിഞ്ഞിരിക്കുന്ന ആംഗിൾ ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് എന്ന് ദാറ്റ് ആംഗിൾ ഈസ് ആൽഫ. അപ്പോൾ നമുക്ക് പറയാം, എങ്ങനെ ഡയറക്ഷൻ പറയാം? ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലിൽ നിന്ന് ആൽഫ ആംഗിൾ ചെരിഞ്ഞിട്ടാണ് റിസൾട്ടൻ്റ് നിൽക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നിൽക്കണമെന്ന് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനുമായി ടാൻ ഇൻവേഴ്സ് 4/3 ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള പ്രോബ്ലമായി പേടിയുണ്ടോ? ഇല്ലല്ലോ, വേഗം ചെയ്താളാം കേട്ടോ, സന്തോഷം കിട്ടട്ടെ. ഓക്കേ.